السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسوله الصادق الأمين وعلى آله وصحبه أجمعين. أما بعد، ഷെയ്ഖ് നാസിറുദ്ദീൻ അൽബാനി റഹിമഹുല്ലാഹു തആല എഴുതിയിട്ടുള്ള അഹ്കാമുൽ ജനായിസിൽ നിന്നാണ് നമ്മൾ വായിച്ചു വരുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ അധ്യായം മാ അലൽ ഹാദിരീന ബഅദ മൗതിഹി, മാ അലൽ ഹാദിരീന ബഅദ മൗതിഹി, രോഗിയായി കിടന്ന ഒരാൾ മരിച്ച ശേഷം അല്ലെങ്കിൽ ഒരാൾ മരിച്ച ശേഷം അവിടെ ഹാദിറായ ആളുകൾക്ക് ബാധ്യതയായിട്ടുള്ള കാര്യങ്ങൾ, ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ. അതിലൊന്ന് പറഞ്ഞത് കണ്ണുകൾ രണ്ടും അടിച്ചു കൊടുക്കണം, അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സഹാബിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ആർക്കേണ്ടിയാണ്? അബൂ സലമ റളിയല്ലാഹു അൻഹു. രണ്ട്, ബിസൗബിൻ യസ്തുറു ജമീഅ ബദനിഹി, അയാളുടെ ശരീരം ഒന്നാകെ മൂടാൻ പോന്ന ഒരു വസ്ത്രം, ഒരു തുണി കൊണ്ട് മറക്കണം. ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിച്ച ഹദീസിന്റെ അടിസ്ഥാനത്തിൽ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹീന തുവഫിയ സുജ്ജിയ ബിബുർദി ഹിബറത്തിൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായപ്പോൾ നബിയെ ഒരു നല്ല പരുത്തി തുണി കൊണ്ട് നബിയെ മൂടി എന്ന ഹദീസിന്റെ അടിസ്ഥാനത്തിൽ. മൂന്നാമത്തെ കാര്യം അയുഅജ്ജിലു ബിതജ്ഹീസിഹി വഇഖ്റാജിഹി ഇദാ ബാന മൗതുഹു, മരണം വ്യക്തമായി കഴിഞ്ഞാൽ പിന്നെ വേഗം കഫൻ ചെയ്യാൻ വേണ്ട ഒരുക്കങ്ങൾ ചെയ്യണം. വേഗം കുളിപ്പിക്കുക, വേഗം കഫൻ ചെയ്യുക, കാര്യങ്ങളൊക്കെ വേഗം നടപ്പിലാക്കുക, അതിൽ ധൃതി കാണിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ നബി പറഞ്ഞു അസ്രിഉ ബിൽ ജനാസ, അസ്രിഉ ബിൽ ജനാസ, ജനാസയുമായി നിങ്ങൾ തിരക്ക് കൂട്ടുക, വേഗം ചെയ്തു തീർക്കുക എന്ന ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഈ മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത് ഇതുവരെ. അടുത്ത കാര്യം അയ്യദ്ഫനൂഹു ഫിൽ ബലദിൽ ലദീ മാത ഫീഹി വലാ യൻഖുലൂഹു ഇലാ ഗൈരിഹി, ആ മനുഷ്യനെ, മരണപ്പെട്ട മനുഷ്യനെ ഖബറടക്കുക. എവിടെ? ഏത് നാട്ടിലാണോ അയാൾ മരിച്ചത് അവിടെ. വലാ യൻഖുലൂഹു ഇലാ ഗൈരിഹി, ആ നാടല്ലാത്ത വേറെ നാട്ടിലേക്ക് കൊണ്ടുപോകാതിരിക്കുക ബാധ്യതയാണ്. ലിഅന്നഹു, കാരണം അങ്ങനെ ചെയ്താൽ, വേറെ നാട്ടിലേക്ക് കൊണ്ടുപോയാൽ യുനാഫി, അത് എതിരാണ്, തടസ്സം നിൽക്കുന്നു. അൽ ഇസ്റാ അൽ മഅ്മൂർ ബിഹി ഫി ഹദീസ് അബീ ഹുറൈറ അൽ മുതഖദ്ദം, നേരത്തെ പറഞ്ഞ വേഗം ധൃതി കൂട്ടണം എന്ന കാര്യത്തിനെതിരാണത്. ഇയാൾ വേറെ നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തമായ കൽപ്പനക്കെതിരാണ്. അതുകൊണ്ട് അങ്ങനെ ചെയ്യരുത്. മറിച്ച് എന്ത് ചെയ്യണം? ഏത് നാട്ടിലാണോ മരണപ്പെട്ടത് അവിടെ ഖബറടക്കണം. ഇതാണ്. വനഹ്വഹു ഹദീസു ജാബിർ ബിൻ അബ്ദുല്ലാ റളിയല്ലാഹു അൻഹുമാ, അതിന് തെളിവാണ് ജാബിർ ബിൻ അബ്ദുല്ലാ, നമ്മൾ നേരത്തെ പറഞ്ഞ സഹാബിയാണ്. ഉഹദ് യുദ്ധത്തിൽ ഉപ്പ ഷഹീദായില്ല, ഞാനായിരിക്കും ആദ്യത്തെ ഷഹീദ് എന്ന് പറഞ്ഞ് ഈ ഷഹീദായ ഉപ്പാന്റെ മകനാണ് ജാബിർ ബിൻ അബ്ദുല്ല, മഹാനായ സഹാബി. ഈ സഹാബി പറയുകയാണ് ലമ്മ കാന യൗമ ഉഹദ്, ഉഹദിന്റെ നാളിൽ ഹുമിലൽ ഖത്ല ലിയുദ്ഫനു ബിൽ ബഖീഅ, ഉഹദിൽ വെച്ച് ഷഹീദായ ശുഹദാക്കളെയും കൊണ്ട് അവരുടെ ശരീരങ്ങളും കൊണ്ട് ബഖീഅയിലേക്ക് ചില ആളുകൾ പുറപ്പെട്ടു. ബഖീഅയിൽ ഖബറടക്കുവാൻ, ബഖീഉൽ ഖർഖദ് എന്ന ഖബർസ്ഥാനിൽ ഖബറടക്കുവാൻ വേണ്ടി ആളുകൾ പുറപ്പെട്ടു. ഫനാദ മുനാദി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ അതാ നബി വിളിച്ചു പറയാൻ ഏൽപ്പിച്ച ഒരാൾ, നബിയുടെ ഒരു ദൂതൻ വന്നുകൊണ്ട് വിളിച്ചു പറയുകയാണ് അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഅ്മുറുകും അൻ തദ്ഫനു القتل في مضاجعهم, ഇതാ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളോട് കൽപ്പിക്കുന്നു ആ കൊല്ലപ്പെട്ടവരെ, ഷഹീദുകളായവരെ എവിടെയാണോ അവർ മരിച്ചത് അവിടെ തന്നെ ഖബറടക്കുവാൻ.
ഇത് നടക്കുന്നത് എപ്പോഴാണ്? ബഅദമാ ഹമലത് ഉമ്മി, എന്റെ ഉമ്മ, അതായത് ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ, അവർ ഒരു ഒട്ടകത്തിന്റെ പുറത്ത് അബി വഖാലി, എന്റെ ഉപ്പാനെയും എന്റെ ഉമ്മാന്റെ സഹോദരനെയും, കാരണം ഉപ്പാനെയും എന്റെ മാതൃ സഹോദരനെയും ഒരൊട്ടകപ്പുറത്ത് വെച്ച് കെട്ടി, ഒട്ടകപ്പുറത്ത് ശരീരങ്ങൾ വെച്ച് അത് അവിടെ വീണ് പോകാത്ത നിലക്ക് അവിടെ ശരീരം വെച്ച് ഉമ്മ ഏർപ്പാടാക്കിയിട്ടുണ്ട്. എന്ത് ചെയ്യാൻ? കൊണ്ടുവരാൻ പറ്റും. അങ്ങനെ ആ രണ്ട് മയ്യിത്തുകളും വഹിച്ചുകൊണ്ട് അവിടെ എത്തിയിട്ടുണ്ട്. ലിതദ്ഫിനഹും ഫിൽ ബഖിയ, ബഖിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഒട്ടകപ്പുറത്ത് വെച്ച് കെട്ടി. അങ്ങനെ യാത്ര തുടങ്ങാനിരിക്കെ ഫറദ്ദു, എന്തു ചെയ്തു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ അറിയിപ്പുണ്ടായപ്പോൾ അവർ നേരെ തിരിച്ചുവിട്ടു, ഒട്ടകത്തെയും കൊണ്ട് തിരിച്ചുവിട്ടു. ഫറജഅനാഹുമാ മഅൽ ഖത്ലാ ഹൈസു ഖുതിലത്, ജാബിർ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു പറയുന്നു, എവിടെ വെച്ചാണോ കൊല്ലപ്പെട്ടത് അവിടത്തേക്ക് ഈ ശരീരങ്ങൾ തിരിച്ചു കൊണ്ടുപോയി, ഒട്ടകപ്പുറത്ത് ശരിയാക്കി പുറപ്പെട്ടു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വിളിയാളം, ഒരു നബിയുടെ ഒരു ദൂതൻ പിന്നാലെ വന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ തിരിച്ചു കൊണ്ടുപോയി. ഈ ഹദീസ് തെളിവാണ്. ഇത് അസ്ഹാബു സുനൻ അൽ അർബഅ, 4 സുനനിന്റെ പണ്ഡിതന്മാർ ഉദ്ധരിച്ചിട്ടുള്ളതാണ്. ഇമാം അബൂദാവൂദ്, ഇമാം നിസായി, ഇബ്നു മാജ വരൊക്കെ ഉദ്ധരിച്ചിട്ടുള്ള സുനനുകളിലുള്ള ഹദീസാണ്. ഹദീസു ഹസനുൻ സഹീഹ് എന്ന് ഇമാം തിർമിദി പറഞ്ഞിരിക്കുന്നു. ശൈഖ് അൽബാനി സഹീഹാണ് സ്ഥിരപ്പെടുത്തിയിരിക്കുന്നു. വലിദാലിക ഖാലത്, മാത്രമല്ല ഇതുകൊണ്ട് തന്നെയാണ് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞിട്ടുള്ളത്. വലിദാലിക ഖാലത് ആയിഷതു ലമ്മാ മാത അഖുൻ ലഹാ, ആയിഷ റളിയല്ലാഹു അൻഹ അവരുടെ ഒരു സഹോദരൻ മരണപ്പെട്ടു. എവിടെ വെച്ചാണ് മരണപ്പെട്ടത്? ദിവാദി അൽ ഹബശ, ഹബശ അബിസീനിയ, അബിസീനിയയിലെ ഒരു താഴ്വരയിൽ വെച്ച് ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഒരു സഹോദരൻ മരണപ്പെട്ടു. ഫഹുബില മിൻ മകാനി, ആ സഹോദരനെ അവിടുന്ന് കൊണ്ടുവന്ന്, അവിടെയല്ല കബറടക്കിയത്, അവിടുന്ന് കൊണ്ടുവന്നിട്ടാണ് കബറടക്കുന്നത്, അതിനത്തേക്ക് കൊണ്ടുവന്നിട്ടാണ് കബറടക്കിയത്. അപ്പൊ ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയുണ്ടായി, മാ അജിദു ഫീ നഫ്സി, അവർ പിന്നീട് പറഞ്ഞു, മാ അജിദു ഫീ നഫ്സി ഔ യുഹ്സിനുനി ഫീ നഫ്സി ഇല്ലാ അന്നി വദിത്തു അന്നഹു കാന ദുഫിന ഫീ മകാനി, അവിടുത്തെ ഈ സഹോദരനെ ആ നാട്ടിൽ തന്നെ കബറടക്കാമായിരുന്നു, അതോർത്ത് എന്റെ മനസ്സിൽ സങ്കടം തോന്നുകയാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, അങ്ങനെ ചെയ്തില്ലല്ലോ എന്നോർത്ത് എന്റെ മനസ്സിൽ വിഷമം തോന്നുന്നുവെന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയുണ്ടായി. നോക്കണം, ഈ 2 ഹദീസുകൾ, 2 സഹാബിമാരുടെ സംഭവങ്ങൾ. ഇന്ന് ജാബിർ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചതാണ്, ഒന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞിട്ടുള്ളതാണ്. ഈ 2 സംഭവങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ശൈഖ് അൽബാനി പറയുന്നു, വഖാല നബവിയു ഫിൽ അസ്കാർ, ഇമാം നബവി റഹിമഹുല്ലാഹ്, ആന പണ്ഡിതാണ്, അബൂ സക്കരിയ യഹ്യ ഇബ്നു ശറഫ് നബവി, അദ്ദേഹം പ്രസിദ്ധമായ അൽ അസ്കാർ എന്ന അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ പറയുകയുണ്ടായി, വഇദാ ഔസ ബിഅൻ യുൻഖല ഇലാ ബലദിൻ ആഖർ ലാ തുനഫദു വസിയതുഹു, മരണപ്പെടുന്ന ഒരാൾ വസിയത്ത് ചെയ്ത് നോട്ടിക്കോ, ഞാൻ മരിച്ചാൽ എന്നെ ഇന്ന നാട്ടിൽ കൊണ്ടുപോയി കബറടക്കണം എന്നങ്ങനെ ഒരാൾ വസിയത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ ലാ തുനഫദു വസിയത്ത്, ആ വസിയത്ത് നടപ്പാക്കാൻ പാടില്ല. ഫഇന്ന النقل حرام على المذهب الصحيح, നബി പറയുന്നു, അങ്ങനെ നീക്കുക എന്നുള്ളത് ശരിയായ മദ്ഹബ് പ്രകാരം, ശരിയായ അഭിപ്രായ പ്രകാരം അത് പാടില്ല, ഹറാമാണ്. അൽ മുഖ്താർ അല്ലദീ ഖാലഹു അൽ അക്സറൂൻ, പണ്ഡിതന്മാരിൽ ഭൂരിപക്ഷവും പറഞ്ഞിട്ടുള്ള സ്വീകരിക്കപ്പെടേണ്ട ശരിയായ അഭിപ്രായം എന്താണ്? അങ്ങനെ നീക്കാൻ പാടില്ല, അത് ഹറാമാണെന്ന്. വസറഹ ബിഹിൽ മുഹഖിഖൂൻ, മുഹഖിഖീങ്ങളായ പണ്ഡിതന്മാർ, തഖ്രീജൊക്കെ ഹദീസിന്റെ തഹ്ഖീഖൊക്കെ നടത്താൻ പറ്റിയ, സഹീഹും ദഈഫും ഒക്കെ വേർതിരിക്കാൻ പറ്റിയ വലിയ നിലവാരത്തിലുള്ള ഉലമാക്കൾ വ്യക്തമായ കാര്യം പറഞ്ഞിരിക്കുന്നു. മനസ്സിലായല്ലോ? ഇതാണ് അടുത്ത കാര്യം. എന്താണ്? ജനാസയെ എവിടെയാണോ മരണപ്പെട്ടത് അവിടെ തന്നെ ഖബറടക്കണം. എന്തുകൊണ്ട്? ഒന്നാമത്തെ കാരണം എന്താ പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അസ്രിഉ ബിൽ ജനാസ എന്നതിനെതിരാകും. മറ്റൊന്ന് ജാബിർ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉപ്പാനെയും കാരണവരെയും ഉഹദിന്ന് കൊണ്ടുവരാൻ വേണ്ടി ഒട്ടകത്തിന്റെ പുറത്ത് കയറ്റി പുറപ്പെട്ടു.
അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വിളിക്കുന്ന ഒരാൾ വിളിച്ചു വന്ന് പറഞ്ഞു തിരിച്ചു കൊണ്ടുപോയി. പിന്നെ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു. എന്താണ് പറഞ്ഞത്? സഹോദരൻ ഹബിഷയിൽ വെച്ച് മരണപ്പെട്ടു, അവിടെ തന്നെ കബറടക്കിയിരുന്നെങ്കിൽ വേറെ നാട്ടിലേക്ക് കൊണ്ടുവന്നത് അത് വിഷമമായി ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയുണ്ടായി. ഇനി അടുത്ത കാര്യം മരണപ്പെട്ടു കഴിഞ്ഞാൽ ഈ മനുഷ്യന് കടമുണ്ടെങ്കിൽ ആരെങ്കിലും ഇദ്ദേഹത്തിന്റെ സമ്പത്തിൽ നിന്ന് വളരെ വേഗത്തിൽ അദ്ദേഹത്തിന്റെ കടം വീട്ടേണ്ടതാണ്. മയ്യിത്ത് സ്വീകരിക്കുന്നതിന് മുമ്പ് തന്നെ വളരെ വേഗത്തിൽ അത് വീട്ടേണ്ടതാണ്. വലൗ അതാ അലൈഹി കുല്ലിഹി, ഇദ്ദേഹത്തിന്റെ സമ്പത്തിൽ നിന്ന് അത് കടം വീട്ടാൻ തക്കവണ്ണം സമ്പത്ത് വിട്ടേച്ചുകൊണ്ടാണ് ഇദ്ദേഹം മരണപ്പെട്ടിട്ടുള്ളതെങ്കിൽ എന്തു വേണം? ആരെങ്കിലും ഒരാൾ ആ സമ്പത്തെടുത്ത് വേഗം കടം വീട്ടണം. അതിനെല്ലാ വസിയത്ത് അനന്തരാവകാശികളെയും വിളിച്ചു വിട്ടണമെന്നൊന്നുമില്ല. മനസ്സിലായില്ലേ? അനന്തരാവകാശികൾ എല്ലാവരോടും ചോദിച്ചതാ വീട്ടിലുണ്ടെന്ന് ചോദിച്ചിട്ട് വേണമെന്നില്ല അത് വീട്ടാൻ. ആരാണോ അവിടെ ഉള്ളത് അവർ വേഗം അത് ചെയ്യണം. മനസ്സിലായല്ലോ? അങ്ങനെ ചെയ്യണം. ഇനി ഇദ്ദേഹത്തിന് സമ്പത്തില്ലെങ്കിൽ, ഇദ്ദേഹം അനന്തര സ്വത്തായി കടം വീട്ടാനുള്ള സ്വത്തൊന്നും വിട്ടേച്ചു പോയിട്ടില്ലെങ്കിൽ, ദരിദ്രനായിട്ടാണ് മരിച്ചുപോയത്, എന്നാൽ കടവുമുണ്ട് എങ്കിൽ എന്തു വേണം? ആര് വീട്ടണം? ദൗല വീട്ടണം. ഇസ്ലാമിക രാജ്യം, ഇസ്ലാമിക ഭരണകൂടം എന്തു വേണം? ഇദ്ദേഹത്തിന്റെ കടം വീട്ടേണ്ടതുണ്ട്, ദൗല വീട്ടണം. ഇൻകാന ജഹീദ ഫീ ഖദാഇ, ശൈഖ് അൽ-അൽബാനി പറയുന്നു ദൗല വീട്ടേണ്ടത് എപ്പോഴാണ്? ഈ മനുഷ്യൻ ജീവിതകാലത്ത് അത് വീട്ടാൻ വേണ്ടി പ്രയത്നിച്ച ആളാണ്. ഇങ്ങനെ തോന്നിയതുപോലെ കടം വാങ്ങി ആർക്കും വീട്ടാനുള്ള ഉദ്ദേശമില്ല, അങ്ങനെ ആളുകൾ തൊട്ടേനും പിടിച്ചൊക്കെ കടം വാങ്ങുന്ന ആളുകളുണ്ട്. ശരിയല്ല, പാടില്ലാത്തതാണ്. വളരെ അത്യാവശ്യം ഒരു വഴിയില്ലാണ്ട് വന്ന് കണ്ടാൽ മാത്രമേ കടം ചോദിക്കാൻ പാടുള്ള ആളുകളുണ്ട്. കടം കൊടുക്കുന്നതിന് വലിയ പ്രതിഫലമുണ്ട്. പക്ഷേ അത് കഴിവിന്റെ പരമാവധി നമ്മൾ വാങ്ങുന്നതും ചോദിക്കുന്നതും ഒഴിവാക്കുകയാണ് വേണ്ടത്. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇൻകാന ജഹിദ ഫീ ഖദാഇ, അദ്ദേഹം അത് വീട്ടാൻ ജീവിതകാലത്ത് പ്രയത്നിച്ച ആളാണ്. എന്നാൽ യാദർച്ഛികമായി അള്ളാഹുവിന്റെ വിധി അനുസരിച്ച് അയാൾക്ക് വീട്ടാൻ കഴിയാതെ അയാൾ മരിച്ചുപോയി, പൈസയില്ല. അയാളുടെ അനന്തര സ്വത്തിൽ വീട്ടാനുള്ള പൈസ ഇല്ലെങ്കിൽ ദൗല, ഭരണകൂടം അത് വീട്ടണം. ഇനി ഭരണകൂടം അങ്ങനെ വീട്ടിയിട്ടില്ലെങ്കിൽ, ഭരണകൂടം ഉണ്ടെങ്കിൽ ഇയാളെ സ്വത്ത് വീട്ടാൻ ആ സമയത്ത് ഭരണകൂടം തയ്യാറായിട്ടില്ലെങ്കിൽ, കാരണങ്ങൾ ഉണ്ടാവാം, അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ആരെങ്കിലും തത്തവുമായി ഏതെങ്കിലും ഒരു മനുഷ്യർ, കുറച്ച് സമ്പത്തുള്ള ഒരാൾ പറയുക ഇയാളുടെ കട ഞാൻ വീട്ടിക്കൊള്ളാം, ബന്ധുവായിക്കൊള്ളണമെന്നൊന്നുമില്ല, ഞാൻ വീട്ടിക്കൊള്ളാം എന്ന് പറഞ്ഞാൽ അത് അനുവദനീയമാണ്. അതുകൊണ്ട് ഈ മനുഷ്യന് പരലോകത്ത് പ്രതിഫലം ഇയാളുടെ ഈ കടത്തുന്ന അദ്ദേഹം ഒഴിവാകും. ഈ വിഷയത്തിൽ പല ഹദീസുകളുണ്ട്, പല ഹദീസുകൾ വന്നിട്ടുണ്ട്. എന്താണ് കാര്യം? ഇയാളുടെ കടം വീട്ടണം, ആരെങ്കിലും വീട്ടണം, ആരെങ്കിലും ഒരാൾ വീട്ടണം. അയാളുടെ പൈസയിൽ നിന്ന് എടുത്തു വീട്ടണം. അയാളുടെ പൈസ ഇല്ലെങ്കിൽ ഭരണകൂടം വീട്ടണം. ഭരണകൂടം വീട്ടിയില്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾ തത്തവുമായി പ്രതിഫലേച്ഛയോടുകൂടി അത് ചെയ്താൽ അതും അനുവദനീയമാണ്. അതിലൊരുപാട് ഹദീസുകളുണ്ട്. അൽ അവ്വൽ, ഒന്ന് عن سعد بن الأطول رضي الله عنه أن أخاه مات وترك 300 درهم وترك عيالا. സഅദ് ബിനുൽ അത്വൽ എന്നു പേരുള്ള സഹാബി പറയുന്നു, അദ്ദേഹത്തിന്റെ ഒരു സഹോദരൻ മരണപ്പെട്ടു. വതറക 300 ദിർഹം, 300 ദിർഹം ബാക്കിയാക്കിയിട്ടാണ് അദ്ദേഹം മരിച്ചുപോയത്. അനന്തര സ്വത്തായി വിട്ടേച്ചു പോയിട്ടാണ് മരിച്ചുപോയത്. വതറക ഇയാലൻ, അദ്ദേഹത്തിന് കുടുംബങ്ങളുമുണ്ട്, കുടുംബങ്ങളെയും അതുപോലെ ഈ 300 ദിർഹവും വിട്ടേച്ചിട്ടാണ് അദ്ദേഹം മരിച്ചത്. قال ഈ സഹാബി പറയുന്നു, സഹോദരനായ സഹാബി പറയുക, فأردت أن أنفقها على عياله. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? എനിക്ക് തോന്നി, ഞാൻ ഉദ്ദേശിച്ചു അദ്ദേഹത്തിന്റെ സമ്പത്ത് ഈ കുടുംബത്തിന് വീതിച്ചു കൊടുക്കാൻ ഞാൻ ഉദ്ദേശിച്ചു. فقال لي النبي صلى الله عليه وسلم, رسول الله صلى الله عليه وسلم എന്നോട് പറയുകയുണ്ടായി, إن أخاك محبوس بدينه,
നിന്റെ സഹോദരൻ അതാ ബന്ധനസ്ഥനായിരിക്കുകയാണ് അയാളുടെ കടത്തിന്റെ പേരിൽ. അള്ളാഹുവിന്റെ റഹ്മത്തിലേക്ക് പോകാതെ അയാൾ തടസ്സപ്പെട്ടിരിക്കുകയാണ്. അദ്ദേഹം മഹ്ബൂസ്, പിടിക്കപ്പെട്ടിരിക്കുന്നു അദ്ദേഹം. എന്താണ് കാരണം? വിദൈനിഹി, അദ്ദേഹത്തിന്റെ കടത്തിന്റെ കാരണത്താൽ. അത്ര ഗൗരവമുള്ള കാര്യമാണ്. പറയുന്നത് അതുകൊണ്ട് നീ വേഗം പോയി ആ കടം വീട്ടു. അയാൾക്ക് നിന്റെ സഹോദരന് വേണ്ടി നീ പോയി കടം വീട്ടു, അതാണ് നീ ചെയ്യേണ്ടത്. സഹാബി പറയുന്നു ഞാൻ പോയി എന്റെ സഹോദരന്റെ കടം വീട്ടുകയുണ്ടായി. എന്നിട്ട് പിന്നെ ഞാൻ വന്നു. എന്നിട്ട് ഞാൻ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഖദ് ഖദൈതു അൻഹു ഇല്ലാ ദീനാറൈൻ. ഞാൻ വീട്ടി, കടമെല്ലാം വീട്ടി, കടം മുഴുവൻ വീട്ടി, 2 ദീനാർ ഒഴികെ. 2 ദീനാർ ഒഴികെ. എന്താണ് വീട്ടാതിരുന്നത്? ഇദ്ദഅത്ഹുമാ ഇംറഅത്തുൻ. 2 ദീനാർ ഇദ്ദേഹം കടം കൊടുക്കാനുണ്ടായിരുന്നു എന്നൊരു സ്ത്രീ വന്ന് എന്നോട് പറഞ്ഞു. ഒരു സ്ത്രീ വാദിച്ചു, എനിക്ക് 2 ദീനാർ നിങ്ങളെ സഹോദരൻ തരാനുണ്ടെന്ന് പറഞ്ഞു. അത് ഞാൻ കൊടുത്തില്ല. എന്താണ് കാരണം? വലൈസത് ബയ്യിന, അവളുടെ അടുത്ത് തെളിവൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ കൊടുത്തില്ല. ബാക്കി കടങ്ങളൊക്കെ ഞാൻ വീട്ടി. ഖാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഅതിഹാ, അവൾക്ക് കൊടുക്ക്. ഫഇന്നഹാ മുഹിഖ, അവൾക്ക് അവകാശമുണ്ടത്. വഫീ റിവായ, മറ്റൊരു റിപ്പോർട്ടിലുള്ളത് ഫഇന്നഹാ സാദിഖ, അവൾ സത്യം പറയുന്നവളാണ്, അവൾ സത്യമാണ് പറയുന്നത്, അവൾക്ക് കൊടുക്കൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നോക്കൂ, ഈ സഹോദരൻ മരണപ്പെട്ടപ്പോ ഇദ്ദേഹത്തോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിട്ടേച്ചു പോയ സ്വത്തിൽ നിന്ന് കടം വീട്ടാൻ പറഞ്ഞിരിക്കുന്നു. ഇതൊരു ഹദീസാണ്. ഇമാം ഇബ്നു മാജ ഉദ്ധരിച്ചിട്ടുണ്ട്, ഇമാം അഹ്മദ് ഉദ്ധരിച്ചിട്ടുണ്ട്, ഇമാം ബൈഹഖി ഉദ്ധരിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ ഹദീസ് അൻ സമുറ ബിൻ ജുന്ദുബ് റളിയല്ലാഹു അൻഹു പറയുന്നു, അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ല അലാ ജനാസത്തിൻ, റസൂലുള്ളാഹി ഒരു ജനാസക്ക് നിസ്കരിച്ചു, മയ്യത്ത് നിസ്കരിച്ചു. ഫലമ്മ ഇൻസറഫ ഖാൽ, റസൂലുള്ളാഹി എന്നിട്ട് നിസ്കാരത്തിൽ നിന്ന് വിട്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഹാഹുനാ മിൻ ആലി ഫുലാനിൻ അഹദുൻ, ഇദ്ദേഹത്തിന്റെ കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും ഇവിടെ ഉണ്ടോ എന്ന് ചോദിച്ചു. ഇത് നിസ്കരിച്ചു എന്നൊരു റിപ്പോർട്ടിലും മറ്റൊരു റിപ്പോർട്ടിൽ സുബഹ് നിസ്കരിച്ചു എന്നാണുള്ളത്. സല്ല സുബഹ്, സുബഹ് നിസ്കരിച്ചു, മയ്യത്ത് നിസ്കാരത്തിന് മുമ്പേ ആണ് നബി ഇത് ചോദിച്ചത് എന്നും മറ്റൊരു റിപ്പോർട്ടിലുണ്ട്. തിരിവായ സല്ല സുബഹ്, സുബഹ് നിസ്കരിച്ചത് ചോദിച്ചു എന്നാണ്. ഇതാ ഈ ആളുടെ കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടോ എന്ന് ചോദിച്ചു. അഹാഹുന മിൻ ആലി ഫുലാനിൻ അഹദുൻ ഫസകതൽ ഖൗം, അപ്പൊ ആരും ഒരു മറുപടിയും പറഞ്ഞില്ല, ഉണ്ടാതിരുന്നു. വകാന ഇദാ ബതഅഹും ബിശൈഇൻ സകതു, അദ്ദേഹം പറയുന്നു അങ്ങനെ ആളുകളുടെ ഒരു സ്വഭാവമാണ്, പെട്ടെന്നൊരു കാര്യം ആദ്യം തന്നെ ചോദിച്ചാൽ മറുപടി പറയില്ല, ഉണ്ടാതിരിക്കും. പൊതുവെ ആളുകളുടെ സ്വഭാവമാണല്ലോ, അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടെന്ന് പറയുന്നു. ഫഖാല ദാലിക മിറാറൻ, സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോൾ വീണ്ടും ആവർത്തിച്ചു പറഞ്ഞു, സലാസൻ, 3 തവണ, ലാ യുജീബുഹു അഹദ്, ഒരാളും മറുപടി പറഞ്ഞില്ല. അദ്ദേഹത്തിന്റെ കുടുംബക്കാരെങ്കിലും ഉണ്ടോ ചോദിച്ചപ്പോ ആരും മറുപടി പറഞ്ഞില്ല. ഫഖാല റജുൽ, അപ്പൊ ഒരാൾ പറഞ്ഞു, ഹൂലാ, ദാ ഇയാള്, ഒരാൾ കാണിച്ചു കൊടുത്തു, ഇയാൾ വന്നു പറഞ്ഞു. ഖാല ഫഖാമ റജുലുൻ യജുറു ഇസാറഹു മിൻ മുഅഖറിൻ നാസ്, അപ്പൊ ഒരാള് പിന്നിൽ വന്നു, അയാളുടെ വസ്ത്രം ഇങ്ങനെ നിലത്ത് മുട്ടുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരാള് പിന്നിൽ നിന്ന് ഇങ്ങനെ വന്നു. ഫഖാല ലഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി അയാളോട് ചോദിച്ചു, മാ മനഅക ഫിൽ മറത്തൈൻ അൽ അവ്വലൈൻ അൻ തകൂന അജബ്തനി, എന്താ ആദ്യ 2 പ്രാവശ്യം ഞാൻ ചോദിച്ചപ്പോ മറുപടി തരാതിരുന്നത്, ചോദ്യത്തിന് പ്രതികരിക്കാതിരുന്നത് എന്തുകൊണ്ടാണ്? അമാ ഇന്നി ലം ഉനബ്ബിഹ് ബിസ്മിക ഇല്ലാ ലിഖൈർ, ഞാൻ നിന്നെ വിളിക്കും എന്റെ നിയ്യത്ത് നല്ലത് മാത്രമാണ്, നല്ലൊരു കാര്യത്തിന് വേണ്ടി മാത്രമാണ് ഞാൻ വിളിച്ചത്. ഇന്ന ഫുലാനൻ ലറജുലുൻ മിൻഹും, ഇതാ ഈ ഒരു മനുഷ്യൻ, അയാൾ നിങ്ങളിൽപ്പെട്ട ആൾ തന്നെയാണ്, നിങ്ങളുടെ കുടുംബക്കാരൻ തന്നെയാണ്. മഅ്സൂറും ബിദൈനിഹി അനിൽ ജന്ന, അയാൾ എന്താണ് മഅ്സൂർ, അസീർ എന്ന് കേട്ടില്ലേ, മിസ്കീന വയതീമൻ അസീറ, തടവുകാർ, അദ്ദേഹം തടയപ്പെട്ടിരിക്കുകയാണ്. മഅ്സൂറും ബിദൈനിഹി അനിൽ ജന്ന, സ്വർഗത്തിൽ നിന്ന് അദ്ദേഹം തടയപ്പെട്ടിരിക്കുന്നു, സ്വർഗത്തിൽ കടക്കാൻ പറ്റാതെ തടയപ്പെട്ടിരിക്കുന്നു. എന്ത് കാരണത്താൽ? ദൈന് കാരണത്താൽ, കടം കാരണത്താൽ. പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും ദീർഘമായ ആയത്തേതാ? ആയത്തുൽ ദൈൻ, ദൈന്, കടത്തിനെ കുറിച്ചുള്ള ആയത്ത്. ഇത്രയും പ്രാധാന്യം അതിനുള്ളത് കൊണ്ടാണ് അള്ളാഹു ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത്. ഫഇൻ ശിഅ്തും ഫഫ്ദൂഹ്, നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളത് വീട്ടിക്കോളൂ.
വഇൻ ശിഅ്തും ഫഅസ്ലിമൂഹു ഇലാ അദാബില്ലാഹ്, വേണമെങ്കിൽ നിങ്ങൾ അയാളെ അള്ളാഹുവിന്റെ ശിക്ഷയിലേക്ക് വിട്ടേക്കൂ. വേണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? അയാളെ മോചിപ്പിക്കൂ. അല്ലെങ്കിൽ നിങ്ങൾ അയാൾ അള്ളാഹുവിന്റെ ശിക്ഷയിലേക്ക് വിട്ടേക്കൂ. താക്കി ഗൗരവകരമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീത് ചെയ്തു. فلو رأيت أهله ومن يتحرون أمره قاموا فقضوا عنه حتى ما أحد يطلبه بشيء. അയാളുടെ കാര്യം നോക്കേണ്ട അയാളുടെ കുടുംബക്കാർ ഇത് വീട്ടിയിരുന്നെങ്കിൽ, ആരും ഇദ്ദേഹത്തെ കുറിച്ച് ഇങ്ങനെ കടവും ചോദിച്ച് വരാതിരുന്നെങ്കിൽ നോക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചുപോയ ഒരാൾക്ക് വേണ്ടി കടം വീട്ടാൻ കുടുംബത്തിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിച്ച് അവരങ്ങോട്ട് പ്രേരിപ്പിക്കുകയാണ്. ഇതാണ് മറ്റൊരു ഹദീസ്. ഇത് ഇമാം അബൂദാവൂദ് ഉദ്ധരിച്ചിരിക്കുന്നു, ഇമാം നസായി, ഇമാം ഹാക്കിം ഇവരൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസാണ്. മൂന്നാമത്തത് സാലിസ്, വീണ്ടും അൻ ജാബിർ ബിൻ അബ്ദുല്ലാഹ്, ജാബിർ ബിൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു തന്നെ ഉദ്ധരിക്കുന്ന ഹദീസാണ്. അവിടുന്ന് പറയുന്നു, മാത റജുലുൻ, ഒരു മനുഷ്യൻ മരണപ്പെട്ടു. ഫഗസ്സൽനാഹ് വകഫന്നാഹ് വഹന്നത്നാഹ്, ഞങ്ങൾ അവിടുത്തെ ആ മരിച്ചുപോയ മനുഷ്യനെ കുളിപ്പിച്ചു, കഫൻ ചെയ്തു, ഹന്നത്ന സുഗന്ധം പുരട്ടി. വവഅനാഹു ലിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹൈസു തൂദഉൽ ജനായിസ്, ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി, നബി നിസ്കരിക്കുവാൻ വേണ്ടി സാധാരണ ജനാസ കൊണ്ടുവെക്കുന്ന സ്ഥലത്ത് വെച്ചു. സാധാരണ ഭൂരിപക്ഷം സന്ദർഭങ്ങളിലും സഹാബത്ത് ജനാസ നമസ്കരിക്കാറുണ്ടായിരുന്നത് പള്ളിക്ക് പുറത്തായിരുന്നു, പള്ളിയിലല്ല. പള്ളിയിലും നിസ്കരിച്ചിട്ടുണ്ട്, പക്ഷേ ഭൂരിപക്ഷ സന്ദർഭങ്ങളിലും ഇവിടെ നിസ്കരിച്ചത് പള്ളിക്ക് പുറത്താണ് നിസ്കരിക്കേണ്ടതും. അതാണ് അഫ്ളൽ. ഇൻദ മഖാമി ജിബ്രീൽ, മഖാമു ജിബ്രീൽ എന്നറിയപ്പെടുന്ന ഒരു സ്ഥലമുണ്ട്, അവിടെ വെച്ചു. ثم آذنا رسول الله صلى الله عليه وسلم بالصلاة عليه, എന്നിട്ട് ഈ മനുഷ്യന് വേണ്ടി മയ്യത്ത് നമസ്കരിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഞങ്ങൾ വിളിച്ചു. ഫജാഅ മഅനാ, റസൂലുള്ളാഹി ഞങ്ങളുടെ കൂടെ വന്നു. ഫതഖത്താ ഖുതാ, നബി 2-3 സ്റ്റെപ്പ് ഇങ്ങനെ വെച്ചു. ثم قال, എന്നിട്ട് നബി ചോദിച്ചു, ലഅല്ല അലാ സാഹിബിക്കും ദൈന, ഈ മരിച്ചുപോയ നിങ്ങൾ എന്നെ മയ്യത്ത് നിസ്കരിക്കാൻ വേണ്ടി വിളിച്ചുകൊണ്ട് പോകുന്ന ഈ നിങ്ങളുടെ കൂട്ടുകാരന് വല്ല കടവുമുണ്ടോ? ഖാലു നഅം ദീനാറാൻ, അവര് പറഞ്ഞു അതെ കടമുണ്ട്. എത്രയാണ് കടം? 2 ദീനാർ. ഫതഖല്ലഫ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നോട്ടടിച്ചു, ഇത് പിന്തിരി. ഖാൽ സല്ലു അലാ സാഹിബിക്കും, നിങ്ങൾ നിസ്കരിച്ചോന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കാൻ തയ്യാറായി. ഫഖാല ലഹു റജുലുൻ മിന്നാ യുഖാലു ലഹു അബൂ ഖത്താദ, അബൂ ഖത്താദ എന്ന ഞങ്ങളിൽപ്പെട്ട ഒരാൾ, ഒരു സഹാബി ആ സമയത്ത് പറഞ്ഞു, യാ റസൂലല്ലാഹ് ഹുമ അലൈ, അല്ലാഹുവിന്റെ റസൂലെ ഹുമ അലൈ, അത് ഞാൻ ഏറ്റെടുത്തു, ഹുമ അലൈ ഞാൻ വീട്ടിക്കൊള്ളാം എന്ന് പറഞ്ഞു. ഫജഅല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, അപ്പോൾ നബി ചോദിച്ചു, ഇതുകൊണ്ടും ചോദിച്ചു, ഹുമ അലൈക വഫീ മാലിക് വൽ മയ്യിതു മിൻഹുമാ ബരി, നീ അത് വിട്ടോ, നിന്റെ പൈസ എന്ന് വിട്ടോ, മയ്യത്തിന് അതിന് ബാധ്യതയില്ലല്ലോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും ചോദിച്ചു. ഫഖാൽ, സഹാബി അബൂ ഖത്താദ പറഞ്ഞു, ഞാൻ വിട്ടുകൊള്ളാം. ഫസല്ല അലൈഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോൾ ആ മനുഷ്യന് വേണ്ടി മയ്യത്ത് നിസ്കരിച്ചു. ഫജഅല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ലഖിയ അബൂ ഖത്താദ യഖൂൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ അതിനുശേഷം മയ്യത്ത് നിസ്കാരത്തിന് ശേഷം അബൂ ഖത്താദയെ കണ്ടാൽ ചോദിച്ചു കൊണ്ടിരുന്നു, മാ സനഅതി ദീനാറാൻ, 2 ദീനാർ വീട്ടില്ലേ എന്ന് ചോദിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഈ സഹാബി പിറ്റേന്ന് പറഞ്ഞു, ഖദ് ഖളൈതുഹുമാ യാ റസൂലല്ലാഹ്, അതെ അല്ലാഹുവിന്റെ റസൂലേ ഞാൻ വീട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ റസൂൽ പറയുകയാണ്, അൽ ആന ഹീന ബറദത് അലൈഹി ജൽദു, ഇപ്പോഴാണ് അദ്ദേഹത്തിന്റെ തൊലിക്ക് തണുപ്പ് കിട്ടിയത് എന്ന് പറഞ്ഞാൽ അതിന്റെ ഉദ്ദേശം എന്താണ്? ശൈഖ് അൽബാനി അടിക്കുറിപ്പ് കൊടുക്കാൻ, ബിസബബി റഫ്ഇൽ അദാബി അൻഹു ബഅദ വഫാഇ ദൈനിഹി, കടം വീട്ടിയത് കൊണ്ട് അദ്ദേഹത്തിൽ നിന്ന് ശിക്ഷ ഒഴിവായി പോയി എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ദേശിച്ചത്. നോക്കണം, എത്ര ഗൗരവമുണ്ട് കടത്തിന്റെ കാര്യം. ഇത് ഇമാം ഹാക്കിം ഉദ്ധരിച്ചിട്ടുണ്ട്, ഇമാം ബൈഹഖി ഉദ്ധരിച്ചിട്ടുണ്ട്, ഇമാം അഹ്മദ് ഉദ്ധരിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയും ഹദീസുകൾ ഈ വിഷയത്തിലുണ്ട്. ഇനിയും ഹദീസുകൾ വരാനുണ്ട് ഇൻഷാ അല്ലാഹ്. പക്ഷേ ഈ വിഷയത്തിൽ പറയാനുള്ളത്, ഇത് ഇപ്പൊ ഈ നമ്മൾ വായിച്ച ഹദീസുകളിൽ മരിച്ചുപോയ മയ്യത്തിന് വേണ്ടി കടം വീട്ടിയത് മക്കളാണോ? അല്ല, മക്കളല്ല. അപ്പൊ ശൈഖ് അൽബാനി പറയുന്നത് തംബീഹാൻ,
രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് പറയണം. ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞ ഹദീസിന്റെ ചർച്ചയാണ്. നബി മയ്യിത്ത് നിസ്കാരത്തിന് മുമ്പാണോ ശേഷമാണോ വീട്ടിയത് എന്നതാണ്. രണ്ടാമത്തത് അഫാദത്ത് ഹാദിഹിൽ ഹദീസ്, ഈ ഹദീസ് കൊണ്ട് നമുക്ക് കിട്ടും, നമുക്ക് പഠിക്കാം, മനസ്സിലാക്കാം. എന്താണ്? അന്നൽ മയ്യിത യൻതഫിഉ ബിഖദാഇ ദൈനി അൻഹു, മയ്യിത്തിന് മറ്റുള്ള ആളുകൾ, ഇയാളുടെ പ്രവൃത്തി അല്ലല്ലോ ഇത്, ഇയാളുടെ കടം വീട്ടാതെയാണ് മരിച്ചുപോയത്, പക്ഷെ വേറെ ആൾ വീട്ടുന്നത് കൊണ്ട് അതിന്റെ ഉപകാരം ആർക്ക് കിട്ടും? മയ്യിത്തിന് കിട്ടും എന്ന് ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാകും. വലൗ കാന മിൻ ഗൈരി വലദിഹി, അത് അദ്ദേഹത്തിന്റെ സന്താനമല്ല വീട്ടിയതെങ്കിൽ പോലും, പുറത്തുള്ള ആളാണ് വീട്ടിയതെങ്കിൽ പോലും. വഅന്നൽ ഖദാഅ യർഫഉൽ അദാബ അൻഹു, ആ വീട്ടൽ ഇദ്ദേഹത്തിൽ നിന്ന് ശിക്ഷയെ ഒഴിവാക്കും എന്നും കിട്ടും. ഫഹിയ മിൻ ജുംലത്തിൽ മുഖസ്സിസാത്തി ലിഉമൂമി ഖൗലിഹി തബാറക വതആല വഅൻ ലൈസ ലിൽ ഇൻസാനി ഇല്ലാ മാ സഅ. സൂറത്തുൻ നജ്മിലെ പ്രസിദ്ധമായ ആയത്ത് 39-ാമത്തെ ആയത്ത്, ഒരു മനുഷ്യനില്ല അയാളുടെ അധ്വാനമല്ലാതെ എന്ന ആയത്തിൽ നിന്ന് ഒഴിവാകുന്ന ചില സ്പെഷ്യൽ കേസ് അതിൽപ്പെട്ടതാണ് ഇത്. മുഖസ്സിസാത്ത്, അത് പൊതുവായ നിയമമാണ്. ഒരു മനുഷ്യന് ഒരാൾക്ക് അയാളുടെ പ്രവൃത്തി അല്ലാതെ പറഞ്ഞു കിട്ടൂല. എന്നാൽ അതിൽ നിന്ന് ഒഴിവാകുന്ന ചില കാര്യങ്ങളിൽപ്പെട്ട, ചില സ്പെഷ്യൽ കാര്യങ്ങളിൽപ്പെട്ട കാര്യമാണിത്. ഖൗലിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ വാക്കിൽ നിന്നും, ഏതാണ് റസൂലുള്ളാഹി പറഞ്ഞ പ്രസിദ്ധമായ ഹദീസ് ഉണ്ടല്ലോ, ഇദാ മാതൽ ഇൻസാൻ ഇൻഖതഅ അമലുഹു ഇല്ലാ മിൻ സലാസ്, ഒരു മനുഷ്യൻ മരിച്ചാൽ 3 കാര്യങ്ങളല്ലാതെ എല്ലാം മുറിഞ്ഞു പോകും. സദഖ ജാരിയ, ഇൽമു യുൻതഫഉ ബിഹി, വലദു സാലിഹു യദ്ഉ ലഹു. സദഖ ജാരിയ, അയാൾ ചെയ്ത ജാരിയായ സദഖ, നീണ്ടു നിൽക്കുന്ന ഒഴുകിപ്പോകുന്ന സദഖ, ഇതിൽപ്പെട്ടതാണ് പള്ളി നിർമ്മിക്കുക, മുസ്ഹഫ്. അതൊക്കെ വേറെ ഹദീസിൽ അങ്ങനെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞിട്ടുണ്ട്. അയാൾ ദാനം ചെയ്ത മുസ്ഹഫ്, എടുത്ത പള്ളി എന്നൊക്കെ, കിണർ വീക്കുക, അതുപോലുള്ള ജാരിയായ സദഖ. ഇൽമു യുൻതഫഉ ബിഹി, എന്താ ഇൽമു യുൻതഫഉ ബിഹി? ഉപകാരപ്പെടുന്ന അറിവ്, ഉപകാരപ്പെടുന്ന അറിവ്. അത് ഖിയാമത്ത് നാൾ വരെ ആരൊക്കെ ചെയ്തിട്ടുണ്ടോ, ഈ മനുഷ്യന്റെ കാലശേഷം ആരൊക്കെ ചെയ്തിട്ടുണ്ടോ, അതിന്റെ ഒക്കെ പ്രതിഫലം ചെയ്തു കാണിച്ചു കൊടുത്ത് പറഞ്ഞു കൊടുത്ത ആൾക്ക് കിട്ടും. ചെയ്യുന്ന ആളുകൾക്ക് കുറയാതെ. മൻ ദല്ല അലാ ഖൈരിൻ ഫലഹു മിസ്ലു അജ്രി ഫാഇലിഹി, ഒരു മനുഷ്യനെ ആരാണോ ഒരു ഖൈർ കാണിച്ചു കൊടുത്തത്, അയാൾക്ക് അത് ചെയ്യുന്ന ആളുടെ അതേ പ്രതിഫലമുണ്ട്, ചെയ്യുന്ന ആളുടെ ഇത് കുറയാതെ. വനക്തുബു മാ ഖദ്ദമു വആസാറഹും എന്ന് പറഞ്ഞില്ലേ, നാം രേഖപ്പെടുത്തുന്നു അവർ പ്രവർത്തിച്ചതും അതിന്റെ ആഹാർ, അനന്തരഫലവും അത് അല്ലാഹു രേഖപ്പെടുത്തും. അതാണ് സഹാബിമാരുടെ ശ്രേഷ്ഠതയ്ക്കുള്ള ഒരു കാരണം. ലോകത്ത് ഖിയാമത്ത് നാൾ വരെയുള്ള ഏത് മുസ്ലിം ഏത് അമല് ചെയ്താലും അതിനൊക്കെ കൂലിയാരി കിട്ടും, സഹാബത്തിന് കിട്ടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഈ അമൽ നമുക്ക് എത്തിച്ചെന്നതാരാ? സഹാബിമാരെ ടച്ച് ചെയ്ത ഒരു ഹദീസ് ഉണ്ടാവോ? ഇല്ല. ഞങ്ങൾ ഹദീസ് സ്വീകരിക്കുന്നില്ല. മുർസലായ ഹദീസുകൾ അത് സ്വീകരിക്കണമെങ്കിൽ വേറെ നിയമങ്ങൾ വരാനുണ്ട്. സാധാരണ മുർസൽ എന്ന് പറയുന്ന ഹദീസ് സ്വീകരിക്കില്ല. നബിയിൽ നിന്ന് താബിഈ നേരിട്ട് ഉദ്ധരിച്ചാൽ, കേട്ടാളെ പറയാതെ ഉദ്ധരിച്ചാൽ. സഹാബി ഇല്ലാതെ ഹദീസുകളില്ല. ആ സഹാബിമാരുടെ ശ്രേഷ്ഠതയ്ക്കുള്ള പല കാരണങ്ങളിൽ ഒന്നതാണ്. അപ്പൊ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രതിഫലം എന്തായിരിക്കും? മഅദല്ലാഹ്, സുബ്ഹാനല്ലാഹ്, അല്ലാഹു അക്ബർ. അപ്പൊ ഇത് അതിൽ ഇൽമുൻ യുൻതഫഉ ബിഹി എന്ന് പറഞ്ഞ കാര്യം. പിന്നെ അടുത്തെന്താ? വലദുൻ സാലിഹുൻ യദ്ഉ ലഹു, അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സാലിഹായ സന്താനം. ചില ആളുകൾ മനസ്സിലാക്കിയിട്ടുള്ളത് പ്രാർത്ഥനയാണ് കിട്ടുക എന്നുള്ളതാണ് ഈ ഹദീസിൽ നിന്ന്. അങ്ങനെയല്ല, പ്രാർത്ഥന ആരും പ്രാർത്ഥിച്ചാലും കിട്ടൂല. ഒരു മുസ്ലിമിന് വേണ്ടി വേറെ ആളുകൾ ഇസ്തിഗ്ഫാർ നടത്തിയാൽ അല്ലാഹു സ്വീകരിച്ച അല്ലാഹു പുറത്തു കൊടുക്കൂലേ. പിന്നെന്താ? സന്താനം ചെയ്യുന്ന എല്ലാ അമലും അയാൾക്ക് കിട്ടുന്നതാണ്. മനസ്സിലാലോ? ഒരാളുടെ മകൾ ചെയ്യുന്ന എല്ലാ അമലിന്റെയും പ്രതിഫലം ആൾക്ക് കിട്ടും, ഉപ്പാക്കും ഉമ്മാക്കും കിട്ടും എന്നാണ്. ഇൻഷാ അല്ലാഹ് ഈ കിതാബിൽ തന്നെ അത് വരും. പ്രാർത്ഥന എല്ലാവരും പ്രാർത്ഥിച്ചാലും കിട്ടും. കാരണം എന്താണ്? അയാളുടെ സന്താനം മിൻ സഈഹി, അയാളുടെ അധ്വാനത്തിൽപ്പെട്ടതാണ്. അല്ലൈസ ലിൽ ഇൻസാനി ഇല്ലാ മാ സഅ, ഒരു മനുഷ്യന് അയാളുടെ സഈ അല്ലാതെ, അയാളുടെ അധ്വാനമല്ലാതെ കിട്ടുകയില്ല. അയാളുടെ സന്താനങ്ങൾ അയാളുടെ സഈയിൽപ്പെട്ടതാണ്. അത് അള്ളാഹുവിന്റെ മഹത്തായ റഹ്മത്ത് കൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആല കൊടുക്കും. അള്ളാഹു നമുക്ക് ഏവർക്കും സാലിഹീങ്ങളായ സന്താനങ്ങളെ പ്രദാനം ചെയ്യുമാറാകട്ടെ. വലാകിന്നൽ ഖദാ, ശൈഖ് അൽബാനി പറയുകയാണ്, ഇവിടെ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. വലാകിന്നൽ ഖദാ, എന്നാൽ
അതാ ഈ വീട്ടുക എന്നുള്ള കാര്യം, അയാൾക്ക് വേണ്ടി വീട്ടുക എന്നുള്ള കാര്യം ഷൈഉൻ വതസദ്ദുഖു അൻഹു ഷൈഉൻ ആഖർ. അയാളുടെ കടം വീട്ടുക എന്നുള്ളതും അയാൾക്ക് വേണ്ടി ദാനം ചെയ്യുക എന്നുള്ളതും രണ്ട് കാര്യമാണ്. ഫഇന്നഹു അഖസ്സു മിന തസദ്ദുഖ്. ഈ സദഖ ചെയ്യാന്നുള്ളതിൽ നിന്ന് ഒഴിവാകുന്ന കാര്യമാണ് കടം വീട്ടുക എന്നുള്ളത്. കാരണം ഒരാൾ മരിച്ചാൽ അയാൾക്ക് കൂലി കിട്ടാൻ വേണ്ടി സദഖ ആര് ചെയ്താലേ പറ്റുള്ളൂ? അയാളുടെ സന്താനം, അയാളുടെ മകൾ ചെയ്താൽ മാത്രമേ കിട്ടുള്ളൂ. അതല്ലാതെ വേറെ ആൾക്ക് വേണ്ടി സദഖ പുറത്തുള്ള ഒരാൾ ഇന്ന് ഈ സദഖന്റെ കൂലി ആയി കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് കൊടുത്താൽ അത് പറ്റൂല. ഇനി മക്കൾ തന്നെ ഖുർആൻ ഓതി ഇതിന്റെ കൂലി ഉമ്മാക്ക് എന്ന് പറയുന്ന പരിപാടിയില്ല. സാധാരണ നിലയ്ക്ക് എല്ലാ അമലും ആർക്ക് കിട്ടും? മാതാപിതാക്കൾക്ക് കിട്ടും. പ്രത്യേകിച്ച് സദഖ അവർക്ക് വേണ്ടി തന്നെ ചെയ്യാം, അവർക്ക് വേണ്ടി തന്നെ ചെയ്യാം. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം അനുവദിച്ചിട്ടുണ്ട്. എന്നാൽ ഖുർആൻ ഈ ഓതുന്നതിന്റെ കൂലി ഇന്നാക്ക് എന്ന് മാത്രമല്ല, അത് വേറെ ആളുകളെ ഏൽപ്പിക്കുകയും ചെയ്യും. മക്കളല്ലെങ്കിൽ വേറെ ആളുകളെ ഏൽപ്പിക്കുകയും ചെയ്യും. നിങ്ങളടുത്ത് ഓതി വെച്ച യാസീൻ എന്താ ചെയ്യിക്കും? ഓതി വെച്ച യാസീൻ ആ പൈസ എടുത്ത് മടിക്കും. സുബ്ഹാനല്ലാഹ്. അടുത്ത ഹദീസ്, ഇങ്ങനെ കടം വീട്ടുന്നതിന്റെ അടുത്ത ഹദീസ് അൻ ജാബിർ അയ്ളൻ. ഇത് വളരെ ആയിട്ടില്ല. സിനിമ പഠിപ്പിച്ച മാതാപിതാക്കളാണെങ്കിൽ കിട്ടും. മാതാപിതാക്കൾ മാത്രമല്ല, ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആരെങ്കിലും ഒരു ഹുദയിലേക്ക് ക്ഷണിച്ചാൽ അയാളെ പിൻപറ്റുന്ന ആളുകളുടെ എല്ലാം പ്രതിഫലം ക്ഷണിച്ച ആൾക്ക് കിട്ടും. അതേപോലെ ഒരു ദലാലത്തിലേക്ക് ആര് ക്ഷണിച്ചോ ആ ദലാലത്ത് പിൻപറ്റുന്ന ആളുകളുടെ ഒക്കെ ശിക്ഷ ആർക്ക് കിട്ടും? പാവം ക്ഷണിച്ച ആൾക്ക് കിട്ടും. ഈ ചെയ്യുന്ന ആളുകൾക്ക് ഒട്ടും കുറയാതെ. ആ ദലാലത്തിലേക്ക് ക്ഷണിക്കുന്ന ആളുകളുടെ അവസ്ഥ നമ്മുടെ നാട്ടിലെ മുസ്ലിയാക്കന്മാരുടെ സ്ഥിതി എന്താണെന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അൽ ഹദീസ് റാബിഅ, അടുത്ത ഹദീസ്, നാലാമത്തെ ഹദീസ് അൻ ജാബിരിൻ അയ്ളൻ. ജാബിർ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു തന്നെ പറഞ്ഞു. എത്ര ഹദീസാണ് ഈ സഹാബി നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്? അന്ന അബാഹു ഇസ്തുഷ്ഹിദ യൗമ ഉഹുദ്. ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ പിതാവ് അബ്ദുല്ലാഹ് ഉഹുദ് യുദ്ധത്തിൽ ഷഹീദായി. വതറക സിത്ത ബനാത്ത്, 6 പെൺമക്കളെയും വിട്ടിട്ടാണ് ഉഹുദിൽ പോയി ഷഹീദായിട്ടുള്ളത്. ഷഹീദ പോകുമ്പോ പറഞ്ഞല്ലോ, മോനോട് ജാബിറിനോട് പറഞ്ഞില്ലേ കുടുംബത്തെ നോക്കണം എന്ന് മോനെ ഏൽപ്പിച്ചിട്ടാണ് പോയത്. 6 പെൺമക്കൾ ഉണ്ടായിരുന്നു. വതറക അലൈഹി ദൈനൻ, 6 പെൺമക്കൾ മാത്രമല്ല പിന്നെ കട ഉണ്ടായിരുന്നു. എത്ര കടന്നറിയോ? 30 വസ്ഖൻ, 30 വസ്ക്. വസ്ക് പറഞ്ഞാൽ ഒരളവാണ്. 60 സായിനാണ് എന്ത് പറയുക? ഒരു വസ്ക് എന്ന് പറയും. 60 സാ ആണ് ഒരു വസ്ക്. അങ്ങനെ 30 സാ. ഒരു സാഹ് എന്ന് പറഞ്ഞാലോ 4 മുദ്ദ് ആണ് ഒരു സാഹ്. ഇങ്ങനെ ഒരാൾ കൂട്ടിപ്പിടിച്ചിട്ട് 4 തവണ ഒരു ഒറ്റ മനുഷ്യൻ അയാളുടെ 2 കൈയും കൂട്ടിപ്പിടിച്ച് ഇങ്ങനെ ഇട്ടാൽ 4 തവണ ഇട്ടാൽ ഒരു സാഹ് അല്ല. അങ്ങനെ എത്ര സാഹ്? 60 സാഹാണ് ഒരു വസ്തു. അങ്ങനെ 30 വസ്തു. ഒരു സാഹ് തന്നെ ഏകദേശം ലജ്നത്ത് ദായിമൊക്കെ പറയുന്നത് 3 കിലോ തഖരീബൻ, ഏകദേശം 3 കിലോ എന്നാണ്. എന്നാൽ ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നത് 2 കിലോവും കുറച്ചും ഏതാനും ഗ്രാമും എന്നാണ്. അത് തർക്കം വരിക സ്വാഭാവികമാണല്ലോ. കാരണം ഒരാൾ കൂട്ടിപ്പിടിച്ചത് എത്ര വരും എന്നത് അങ്ങനെ ഇട്ടാലും മതി, തൂക്കി നോക്കണ്ട. അതുകൊണ്ടാണ് നമ്മൾ ഈ സക്കാത്തിൽ അങ്ങനെ സംഭവിക്കുന്നത്. 2 കിലോവും കുറച്ചും എന്ന് പറയുന്നത്. ഇങ്ങനെ 30 വസ്തു തൂക്കം ഉള്ള ഈത്തപ്പഴം, അത് കടമുണ്ട്. അതുപോലെ അതിന്റെ അളവിൽ കടവുമുണ്ട്. 6 മക്കളെയും വിട്ടിട്ടാണ് ഷഹീദായിട്ടുള്ളത്. സഹാബി പറയുന്നു, ഫഷ്തദ്ദൽ ഖുറമാഉ ഫീ ഹുഖൂഖിഹിം. ഈ കട കിട്ടാനുള്ള ആളുകൾ അവർ കുറച്ച് കാര്യം കടുപ്പിച്ചു. അവർ ക്രിസ്ത്യാനികളായിരുന്നു എന്നും അതിലൊരു ജൂതൻ ഉണ്ടായിരുന്നു എന്നൊക്കെ വേറെ റിപ്പോർട്ടുകളിൽ കാണാം. ഏതായാലും കടം കിട്ടാനുള്ള ആളുകൾ കടുപ്പിച്ച് അവരിങ്ങനെ ബുദ്ധിമുട്ടിക്കാൻ തുടങ്ങി, ചോദിച്ചുകൊണ്ടേ ഇരിക്കാൻ തുടങ്ങി. ഫലം ഹദറഹു ജിദാദുൻ നഖൽ. അങ്ങനെ പിന്നെ ഈത്തപ്പന അതിന്റെ വിളവെടുപ്പ് സമയമായപ്പോൾ, കുറെ ഈത്തപ്പഴം കിട്ടിയ സമയമായപ്പോൾ അതൈതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ കിട്ടിയ ഈത്തപ്പഴം അത്രയൊന്നുമില്ല, ഈ കൊടുക്കാനൊന്നുമില്ല, വളരെ കുറച്ചാണ്. സഹാബി പറയുന്നു, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് ചെന്നു. എന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഖദ് അലിംത അന്ന വാലിദി ഇസ്തുഷ്ഹിദ യൗമ ഉഹുദ്. ഇത് നിങ്ങൾക്ക് അറിയാലോ, എന്റെ ഉപ്പ ഉഹുദിൽ ഷഹീദായി. വതറക അലൈഹി ദൈനൻ കസീറ, ഒരുപാട് കടവും വിട്ടിട്ടാണ് ഉപ്പ പോയത്. വഇന്നി ഉഹിബ്ബു അൻ യറാക ഖുറമ,
അതുകൊണ്ട് ഒന്ന് എന്റെ കൂടെ വരണം, നിങ്ങളെ കാണണം, ഈ കടക്കാരൻ നിങ്ങളെ കാണണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, എന്റെ കൂടെ എന്ന് വരണം. കാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദ്ഹബ് ഫബൈദിർ കുല്ല തംറിൻ അലാ ഹിദത്തിൻ. നീ എന്ത് ചെയ്യും, ഓരോ ഈത്തപ്പഴം ഇത് പറഞ്ഞു നീ പോ, എന്നിട്ട് ഈത്തപ്പഴം കൂട്ടിയിടുന്ന ഒരു പ്രത്യേക സാധനത്തിലാണ് ബൈദർ എന്ന് പറയാം. ഈത്തപ്പഴം ഓരോന്നും കൂട്ടിയിടാൻ പ്രത്യേക പാത്രങ്ങൾ ഉണ്ടാവല്ലോ, ധാന്യം കൂട്ടിയിടാൻ. അങ്ങനെ ഈത്തപ്പഴം കൂട്ടിയിടുന്ന ഒരു പ്രത്യേക സാധനത്തിലാണ് ബൈദർ എന്ന് പറയുക. അതിൽ ഈത്തപ്പഴം ഇങ്ങനെ കൂട്ടിയിടുക, ഓരോന്നിലായിട്ട് കൂട്ടിയിടാം. ജാബിർ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ അങ്ങനെ കൂട്ടി വെച്ചു. തുമ്മ ദഅഉതു, എന്നിട്ട് ഞാൻ വിളിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചു. ഫഗദഅ അലൈനാ ഹീന അസ്ബഹ, രാവിലെ ആയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങളുടെ അടുത്തേക്ക് വന്നു. ഫലമ്മാ നവറു ഇലൈഹി വഗുറൂബി തിൽക സാഅ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ആ കടക്കാരിങ്ങനെ നോക്കിയപ്പോ അവർ കണ്ടപ്പോ അവരിങ്ങനെ എന്റെ ആവശ്യവും പറഞ്ഞ് എന്നെ അന്വേഷിച്ച് ഈ വർത്താനൊക്കെ പറഞ്ഞു വന്നു. ഫലമ്മാ റഅ മാ യസ്നഊൻ, അങ്ങനെ അവരുടെ ഈ ധൃതിയും ഇതൊക്കെ കണ്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു, അതാഫ ഹൗല അഅ്ദുമിഹാ ബൈദറൻ സലാസൻ വദആ ഫീ സമരിഹാ ബിൽ ബറക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ കൂട്ടിവെച്ച വലിയൊരു കുമ്പാരത്തിന്റെ അടുത്തേക്ക് വന്ന് അതിൽ ബറക്കത്തിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു. സുമ്മ ജലസ അലൈഹി, എന്നിട്ട് അവിടെ റസൂലുള്ളാഹി ഇരുന്നു. സുമ്മ ഖാൽ, എന്നിട്ട് നബി പറഞ്ഞു, ഉദു അസ്ഹാബക, എല്ലാവരും വിളിക്കും, കിട്ടാനുള്ള ആളുകളൊക്കെ വിളിക്കുന്നു പറഞ്ഞു. എന്നിട്ട് ഫമാ ജാല യഖീലു ലഹും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിൽ നിന്നായിരിക്കും ഇങ്ങനെ തൂക്കി കൊടുക്കാൻ തുടങ്ങി, ഓരോരുത്തർക്കും കിട്ടാനുള്ളത് തൂക്കി കൊടുക്കാൻ തുടങ്ങി. ഹത്താ അദ്ദല്ലാഹു അമാനത വാലിദി, അള്ളാഹു എന്റെ ഉപ്പാന്റെ കടം മുഴുവൻ തീർക്കുവോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കുറച്ച് ഈത്തപ്പഴത്തിന് 30 വാസ്ക് ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൂക്കി കൊടുത്തു. അത്രയൊന്നും ഉണ്ടായിരുന്നില്ല. وأنا والله راض أن يؤدي الله أمانة والدي ولا أرجع إلى أخواتي بتمرة. അള്ളാഹുവാണ്, എനിക്ക് തൃപ്തിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് മുഴുവൻ വീട്ടി ഒരു ഈത്തപ്പഴം പോലും ഒരു കാരക്ക പോലും എന്റെ പങ്ങന്മാരുടെ അടുത്തേക്ക് കൊണ്ടുപോകുമ്പോ ഇല്ലാതെ ആയിപ്പോയാലും ശരി, ഇവരെ കടം വീട്ടിയാൽ മതി എന്ന് എനിക്കുള്ളൂ. മനസ്സിലല്ലോ, ഒന്നുപോലും എന്റെ പങ്ങന്മാർക്ക് കൊണ്ടു കൊടുക്കാൻ ഇല്ലാതെ ആയിപ്പോയാലും ഇവരുടെ കടം വീട്ടിയാൽ അള്ളാഹുവാണ്, ഞാൻ തൃപ്തനാണ്. പക്ഷേ ഫസല്ലംതു വല്ലാഹിൽ ബയാദിർ കുല്ലഹ ഹത്താ ഇന്നി അൻദുർ, അങ്ങനെ എല്ലാം മുഴുവൻ കടവും വീട്ടി. ഹത്താ ഇന്നി അൻദുർ ഇലൽ ബൈദരി അല്ലദി അലൈഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കഅന്നഹു ലം യൻഖുസ് തംറതൻ വാഹിദ. പക്ഷേ ഇതൊക്കെ വീട്ടി കഴിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തുള്ള ഈത്തപ്പഴത്തിന്റെ കൂട്ടത്തിൽ ഒന്നുപോലും കുറഞ്ഞത് എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. അത് അങ്ങനെ തന്നെ ഉണ്ടായി. ഞാൻ നബിയുടെ കൂടെ മഗ്രിബ് നിസ്കരിച്ചു. ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആ കാര്യം ഇങ്ങനെ പറഞ്ഞു, ഈ സമയത്തുണ്ടായ എന്റെ ചിന്തയും അതൊക്കെ ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞപ്പോൾ ഫളഹിക്, റസൂലുള്ളാഹി ചിരിച്ചു. ഫഖാൽ, എന്നിട്ട് നബി പറഞ്ഞു, ഇഅതി അബൂബക്കർ വഉമർ ഫഅഖ്ബിർഹുമാ, നീ ഇത് പോയിട്ട് അബൂബക്കറിനും ഉമറിനും പറഞ്ഞു കൊടുക്കുക. ഈ ഉണ്ടായ സംഭവം പോയി അബൂബക്കറിനും ഉമറിനും പറഞ്ഞു കൊടുക്കുക. ഫഖാല, ജാബിർ ഇബ്നു അബ്ദുല്ലാഹ് പറഞ്ഞു, ഞാനിത് അബൂബക്കറിനും ഉമറിനും പറഞ്ഞു കൊടുത്തപ്പോൾ അവർ പറഞ്ഞു, ലഖദ് അലിംനാ ഇദ് സനഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ സനഅ അൻ സയകൂനു ദാലിക. ഞങ്ങൾക്കറിയാം ഈ പറഞ്ഞതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടുണ്ടെങ്കിൽ അതങ്ങനെ നടക്കുമെന്ന് ഞങ്ങൾക്കറിയാം. ഇത് ഇമാം ബുഖാരി ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്. ഇമാം അബൂ ദാവൂദും നസായിയും ഒക്കെ ഉദ്ധരിച്ചിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് നടന്ന അള്ളാഹു നബിയുടെ കയ്യിലൂടെ ഒളിവാക്കിയ മുഅ്ജിസത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ പല സന്ദർഭങ്ങളിൽ ഭക്ഷണം വർദ്ധിപ്പിച്ചതും വെള്ളം വർദ്ധിപ്പിച്ചതും അല്ലെ, വെള്ളം ഇല്ലാതായപ്പോ ആയിരക്കണക്കിന് സഹാബിമാരുണ്ടായിരുന്നു. ആകെ നബിയുടെ മുന്നിലുള്ള ഒരു തോൽപാത്രത്തിൽ മാത്രമേ വെള്ളം ഉണ്ടായിരുന്നുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് സഹാബത്ത് പറഞ്ഞു, നബിയെ ലൈസ ഇൻദനാ മാഉൻ, ഞങ്ങൾക്ക് വെള്ളമില്ല, ഒന്നു കൊടുക്കാൻ ഒന്നിനും വെള്ളമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത 2 വിരലുകൾ ആ വെള്ളത്തിൽ പ്രവേശിപ്പിച്ചു. നബിയുടെ വിരലുകൾക്കിടയിലൂടെ വെള്ളം വരാൻ തുടങ്ങി. ആയിരക്കണക്കിന് സഹാബിമാർ ആ വെള്ളത്തിൽ കുടിച്ചു, കുളിച്ചു, ഒതു കൊടുത്തു, എല്ലാം ചെയ്തു. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തുണ്ടാകും. ഭക്ഷണം വർദ്ധിപ്പിച്ച വേറെ സംഭവങ്ങൾ. എന്നാൽ എല്ലാ സമയത്തും റസൂലുള്ളാഹിക്ക് ഇത് പറ്റുമോ? ഇല്ല, അള്ളാഹു ഉദ്ദേശിക്കുന്ന സമയത്ത് മാത്രം. അതുകൊണ്ടാണ് ഇതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തയമ്മും ചെയ്തത്. റസൂലുള്ള വെള്ളം യാത്രക്ക് ചുമന്നു കൊണ്ടുപോയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വയറ്റിൽ കല്ല് വെച്ച് കെട്ടിയത് വിശപ്പ് സഹിച്ചുകൊണ്ട്. എല്ലാ സമയത്തും ഇങ്ങനെ ചെയ്യാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയെല്ലാം മുഅ്ജിസത്ത് അള്ളാഹു പ്രകടമാക്കുന്നതാണ് മുഅ്ജിസത്ത്. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ കൂടെ ഇല്ലാഞ്ഞിട്ട് പോലും പരിശുദ്ധ ഖുർആൻ റസൂലുള്ളാഹിന്റെ മുഅ്ജിസത്താണ്, അത് നമ്മുടെ കൂടെ ഉണ്ട്.
അള്ളാഹുവാണ് മുഅ്ജിസത്ത് കാണിക്കുന്നവൻ. ഇതാണ് ഹദീസ്. അപ്പൊ ഈ ഹദീസിൽ ആരാ കടം വീട്ടിയത്? മകനാണ് ജാബിർ ബിൻ അബ്ദുല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ സഹായിച്ചു. ആ ഉഹുദിൽ ഷഹീദായ സഹാബിയുടെ കടം അള്ളാഹു സുബ്ഹാനഹു വ തആല വീട്ടിയുണ്ട്. ഈ ദുനിയാവിൽ വെച്ച് തന്നെ അള്ളാഹു അത് വീട്ടി. അഞ്ചാമത്തെ ഹദീസ് ഇതേ വിഷയത്തിൽ ആരാണ് റിപ്പോർട്ട് ചെയ്യുന്നത്? ജാബിർ ബിൻ അബ്ദുല്ല. അദ്ദേഹം തന്നെ റിപ്പോർട്ട് ചെയ്യാം റളിയല്ലാഹു അൻഹു. كان رسول الله صلى الله عليه وسلم يقوم فيخطب. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എണീറ്റ് നിന്ന് ഖുത്ബ പറയുമായിരുന്നു. ഫയഹ്മദുല്ലാഹ്, അല്ലാഹുവിനെ സ്തുതിക്കും, ഹംദ് പറയും ആദ്യം. വയുസ്നി അലൈഹി ബിമാ ഹുവ അഹ്ലുല്ലാഹ്, അല്ലാഹുവിനെ അർഹമായ വിധത്തിൽ അല്ലാഹുവിനെ പുകഴ്ത്തും, സനാ പറയും. വയഖൂൽ, എന്നിട്ട് നബി പറയും, മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു വമൻ യുദ്ലിൽ ഫലാ ഹാദിയ ലഹു. അല്ലാഹു ആരെങ്കിലും ഹിദായത്തിലാക്കിയാൽ അവനെ വലാലത്തിലാക്കാൻ ആരുമില്ല, ഒരാൾക്കും കഴിയില്ല. അള്ളാഹു ആരെങ്കിലും ബലാലത്തിലാക്കിയാൽ, ദുർമാർഗത്തിലാക്കിയാൽ അവനെ നേർമാർഗത്തിലാക്കാനും ആരുമില്ല, അള്ളാഹ്ക്ക് മാത്രമേ കഴിയുള്ളൂ. ഇന്ന ഖൈറൽ ഹദീസി കിതാബ് അല്ലാഹ്, സംസാരങ്ങളിൽ ഏറ്റവും നല്ലത് അള്ളാഹുവിന്റെ കിതാബാണ്. വഖൈറൽ ഹദി ഹദി മുഹമ്മദിൻ, ഏറ്റവും നല്ല ചര്യ ആരുടെ ചര്യയാണ്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദിയാണ്. വശറൽ ഉമൂരി മുഹ്ദസാതുഹാ, കാര്യങ്ങളിൽ ഏറ്റവും മോശം പുതുതായി ഉണ്ടാക്കിയതാണ്. വകുല്ല മുഹ്ദസത്തിൻ ബിദ്അ, പുതുതായി ഉണ്ടാക്കിയതെല്ലാം ബിദ്അത്താണ്. വകുല്ല ബിദ്അത്തിൻ ളലാല, ബിദ്അത്തെല്ലാം ളലാലത്താണ്. വകുല്ല ളലാലത്തിൻ ഫിന്നാർ, ളലാലത്തെല്ലാം നരകത്തിലാണ്. ജാബിർ ബിൻ അബ്ദുല്ല പറയുകയാണ്, വകാന ഇദാ ദക്കറ الساعة, റസൂലുള്ളാഹി അവിടുത്തെ പ്രസംഗങ്ങൾക്കിടയിൽ ഖിയാമത്ത് നാളിനെ കുറിച്ച് പരാമർശിച്ചാൽ ഇഹ്മറത് ഐനാഹ്, നബിയുടെ ഇരു കണ്ണുകളും ചുവന്നു തുടിക്കും. വഅലാ സൗതു, നബിയുടെ ശബ്ദം ഉയരും, വലിയ ശബ്ദത്തിൽ റസൂലുള്ളാഹി പറയും. വഷ്തദ്ദ ഗളബു, നബിയുടെ കോപം കഠിനമാകും, ദേഷ്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുതുബയിൽ പറയും. കഅന്നഹു മുൻദിറു ജയ്ഷിൻ, ഏതുപോലെയാണ് ഒരു പട്ടാളത്തിന് നിർദ്ദേശം കൊടുക്കുന്ന, താക്കീത് കൊടുക്കുന്ന ഒരു കമാൻഡറെ പോലെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമയത്ത് ഉണ്ടാവുക. ഇങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുതുബ. നോക്കിങ്ങനെ ഏട് വായിച്ചാൽ ഉണ്ടാവോ? ഇല്ലല്ലോ. ആരോ എഴുതിണ്ടാക്കിയത് വായിച്ചാൽ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുതുബകൾ അങ്ങനെയാണ്. യഖൂൽ, നബി പറയും, സബ്ബഹകും വമസ്സാകും. സബ്ബഹകും വമസ്സാകും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം രാവിലെയും വൈകുന്നേരവും ഒക്കെ ശത്രുസേന നിങ്ങൾ ആക്രമിക്കാൻ വരുന്നു, ഇപ്പോ ഈ പകലിൽ വരും, ഇപ്പൊ ഈ വൈകുന്നേരം വരും എന്ന് പറയുന്ന ഒരു പട്ടാള മേധാവിയെ പോലെ സബ്ബഹകും മസ്സാകും. മൻ തറക മാലൻ ഫലിവറസതിഹി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ആരെങ്കിലും സമ്പത്ത് ഉപേക്ഷിച്ചു പോയിട്ടുണ്ടെങ്കിൽ, മരിക്കുമ്പോൾ സമ്പത്ത് വിട്ടേച്ചു പോയിട്ടുണ്ടെങ്കിൽ ആ സമ്പത്ത് ആർക്കുള്ളതാണ്? ഫലിവറസതിഹി, അയാളുടെ വറസ എന്ന് പറഞ്ഞാൽ അയാളുടെ അനന്തരാവകാശികൾക്കുള്ളതാണ്. ഫലിവറസതിഹി, അയാളുടെ അനന്തരാവകാശികൾക്കുള്ളതാണ് സ്വത്ത്. വമൻ തറക ദിയാഅൻ, ആരെങ്കിലും ഇവിടെ ദിയാഇന്റെ അർത്ഥം ഇയാൽ, കുടുംബം. കുടുംബത്തെ ആരില്ലാതെ, സ്വത്തൊന്നുമില്ലാതെ പാവങ്ങളായ എത്തി മക്കളെ, അങ്ങനത്തെ കുടുംബങ്ങളൊക്കെ വിട്ടേച്ചിട്ടുണ്ടെങ്കിൽ, ഔ ദൈനൻ, അല്ലെങ്കിൽ കടം വിട്ടേച്ച് പോയിട്ടുണ്ടെങ്കിൽ, ഫഅലയ്യ, അത് എന്റെ ബാധ്യതയാണ്, ഞാൻ വീട്ടും. ഇലയ്യ, അതെനിക്കുള്ളതാണ്, ആ കുടുംബം ഞാൻ സംരക്ഷിക്കും, ആ കടം ഞാൻ വീട്ടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദീനത്തെ ഭരണാധികാരിയാണ്. മാത്രമല്ല വഅന ഔലാ ബിൽ മുഅ്മിനീൻ, ഞാൻ സത്യവിശ്വാസികളുടെ ഏറ്റവും അടുത്ത ആളാണ്. അത് അള്ളാഹു പറഞ്ഞാണല്ലോ, അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം വഅസ്വാജുഹു ഉമ്മഹാത്തുഹും. ആ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സത്യവിശ്വാസികളുടെ ഏറ്റവും അടുത്ത വ്യക്തിയാണ്. മിൻ അൻഫുസിഹിം എന്ന് പറഞ്ഞാൽ അവരുടെ സ്വന്തത്തെക്കാളും, അള്ളാഹു പറഞ്ഞതാണ്. അസ്വാജുഹു ഉമ്മഹാത്തുഹും, നബിയുടെ ഭാര്യമാർ സത്യവിശ്വാസികളുടെ ഉമ്മമാരാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിവാഹം ചെയ്യുമ്പോൾ ആരുടെ ആവശ്യമില്ല? വലിയന്റെ ആവശ്യമില്ല. നബിയുടെ വിവാഹങ്ങൾക്ക് ആരും വേണ്ട? വലിയ വേണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് നേരെ വന്ന് ഒരു സ്ത്രീ പറയാണ്, എന്നെ വിവാഹം ചെയ്യണം. നബി ഞാൻ വിവാഹം ചെയ്തു പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യ, വലിയന്റെ ആവശ്യമില്ല. കാരണം എന്താ? അന്നബിയു ഔലാ ബിൽ മുഅ്മിനീൻ, സത്യവിശ്വാസികളുടെ ഏറ്റവും വലിയ ആരാണ്? ഏറ്റവും അടുത്ത വലിയ ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നബിക്ക് വേറെ ആൾക്ക് വലിയ ആവേണ്ട ആവശ്യമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വലിയ വേണ്ട. ഒരു സ്ത്രീ വന്ന് നബിക്ക് അങ്ങനെ ധാരം ഞാൻ ഭാര്യയാവെന്ന് പറഞ്ഞാൽ നബിക്ക് സ്വീകരിക്കാം.
അങ്ങനെ ഒരു പെണ്ണ് വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, നബി ആ സ്ത്രീ ഒന്ന് നോക്കി, എന്നിട്ട് റസൂലുള്ളാഹി എനിക്ക് ഇഷ്ടമായില്ല. അവ ചില സ്ത്രീകൾ അവളെ ഇങ്ങനെ ഒരു മോശമായി പറഞ്ഞു, അതായത് ലജ്ജയില്ലാതെ ഇങ്ങനെ വന്ന് എന്നെ കല്യാണം കഴിക്കുമെന്ന് ചോദിച്ചാന്നുള്ള അർത്ഥത്തിൽ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവൾ ആഗ്രഹിച്ചത് ആരെയാണ്? അള്ളാഹുവിന്റെ റസൂലിനെയാണ്. മനസ്സിലല്ലേ? അവളെ മോശം പറയാൻ പാടില്ല. അള്ളാഹുവിന്റെ റസൂലിനെയാണ് അവൾ ആഗ്രഹിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഔലാ ബിൽ മുഅ്മിനീൻ വഫീ റിവായ, മറ്റൊരു റിപ്പോർട്ടിലുള്ളത് ബികുല്ലി മുഅ്മിനിൻ മിൻ നഫ്സിഹി, ഞാൻ ഓരോ മുഅ്മിനിന്റെയും ഏറ്റവും അടുത്ത ആൾ, മിൻ നഫ്സിഹി അവനെക്കാളും. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ പറഞ്ഞു. ഇത് തെളിവാണ്. എന്തിനുള്ള തെളിവാണ്? മരിച്ചുപോയാൽ ദൗല വീട്ടണം, അല്ലെങ്കിൽ ആരെങ്കിലും വീട്ടണം. വഫിൽ ബാബി അൻ അബീ ഹുറൈറ ഇൻദ ശൈഖൈൻ വഗൈരിഹിമാ, ഇത് അബൂ ഹുറൈറ ഉദ്ധരിച്ചിട്ടുണ്ട്, ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിച്ചിട്ടുള്ളത്. അടുത്തൊരു ഹദീസ് അൻ ആയിഷ റളിയല്ലാഹു അൻഹാ ഖാലത് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആയിഷ റളിയല്ലാഹു പറഞ്ഞു, റസൂലുള്ളാഹി പറഞ്ഞു, മൻ ഹമല മിൻ ഉമ്മത്തി ദൈനൻ, എന്റെ ഉമ്മത്തിൽപ്പെട്ട ആരെങ്കിലും ഒരു കടം വഹിക്കേണ്ടി വന്നു, സുമ്മ ജഹദ ഫീ ഖദാഇഹി, എന്നിട്ട് അത് വീട്ടാൻ വേണ്ടി അവൻ സുമ്മ ജഹദ ഫീ ഖദാഇഹി, അത് വീട്ടാൻ വേണ്ടി അവൻ പ്രയത്നിച്ചു, ഫമാത വലം യഖ്ദി, പക്ഷേ അത് വീട്ടാൻ സാധിക്കാതെ അയാൾ മരിച്ചുപോയെങ്കിൽ ഫഅന വലിയുഹു, ഞാൻ അയാളുടെ വലിയ, ഞാനത് വീട്ടും. മനസ്സിലായി? പിന്നീട് ഇസ്ലാമിക ഗവൺമെന്റിന് അങ്ങനെ പൈസ ഉണ്ടായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ എന്ത് ചെയ്യാൻ തുടങ്ങി? വീട്ടാൻ തുടങ്ങി. പിന്നീട് അത് മുസ്ലിം ഉമ്മത്തിലെ ഭരണം ഉണ്ടായിരുന്ന കാലത്തെല്ലാം അങ്ങനെ തന്നെയാണ് നടന്നു വന്നത്. കടം ഉണ്ടായാലും ആര് വിട്ടു? ദൗല വിട്ടു. അത് മുസ്ലിങ്ങൾ ഉള്ള പരസ്പരമുള്ള തറാഹും, അവർ തമ്മിലുള്ള പരസ്പരമുള്ള കാരുണ്യം, അവർ തമ്മിലുള്ള പരസ്പരമുള്ള സ്നേഹം, ഒരു കാരണത്താൽ ഉമ്മത്തിനുള്ള ബാധ്യതയാണ് ദൗല വീട്ടുക എന്നത്. ആരെങ്കിലും എന്റെ ഉമ്മത്തിൽ നിന്ന് ഒരു കടം വഹിക്കേണ്ടി വന്നു, അത് പിന്നെ വീട്ടാൻ വേണ്ടി അവൻ പരിശ്രമിച്ചു, പക്ഷെ വീട്ടാൻ പറ്റാതെ മരിച്ചുപോയെങ്കിൽ ഫഅന വലിയുഹു, ഞാനാണ് അവന്റെ വലി. ഇത് ഇമാം അഹ്മദ് ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്. ഇതോടുകൂടി ഈ ബാബ് അവസാനിച്ചു. മനസ്സിലായി? ഈ ബാബ് ഇവിടെ അവസാനിച്ചു. എന്താണ് ഈ ബാബ്? മാ അലൽ ഹാദിരീന ബഅദ മൗതിഹി, അയാൾക്ക് മരിച്ച ആളുടെ അവിടെ ഉണ്ടായിരുന്ന ആളുകൾ എന്തൊക്കെ ചെയ്യണം? ഒന്നെന്താ? കണ്ണടക്കുക, പ്രാർത്ഥിക്കുക, പിന്നെ തുണി മൂടുക, പിന്നെ വേഗം ധൃതി കാണിക്കുക, പിന്നെ കടം വീട്ടാൻ ധൃതി കാണിക്കുക. കടം സ്ഥലം മാറ്റരുത്. ശരിയാണ്, സ്ഥലം മാറ്റരുത്. മരിച്ച സ്ഥലത്ത് തന്നെ, മരിച്ച നാട്ടിൽ തന്നെ കബറക്കണം. മരിച്ച സ്ഥലം എന്ന് പറഞ്ഞാൽ മരിച്ചു കിടന്ന സ്ഥലത്ത് കബറക്കണം എന്നല്ല, ആ നാട്ടിലെ കബറിസ്ഥാനത്ത് തന്നെ കബറക്കണം. വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോയത് ഇമാം നവവി അത് ഹറാമാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിന് ഹദീസുകൾ തെളിവാണ്. ഒന്ന് ഉഹദ് യുദ്ധത്തിലെ ശുഹദാക്കളെ നബി തിരിച്ചുകൊണ്ടുവരാൻ പറഞ്ഞതും ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞതും എനിക്ക് വിഷമം തോന്നുന്നു. അതുപോലെ പിന്നെ അടുത്തത് എന്താണ്? കടം വീട്ടാൻ വേണ്ടി അല്ല ധൃതി കാണിക്കണം. വേറെന്തുണ്ടോ? കടം വീട്ടാൻ വേണ്ടി ധൃതി കാണിക്കണം. ആരാണ്? ആദ്യം നോക്കേണ്ടത് അയാളുടെ അനന്തര സ്വത്തിൽ നിന്ന് വീട്ടണം. അനന്തര സ്വത്തില്ലെങ്കിൽ ദൗല വീട്ടണം. ഇപ്പൊ ദൗല വീട്ടിയിട്ടില്ലെങ്കിൽ ആർക്കെങ്കിലും അങ്ങനെ ചെയ്താൽ, ആരെങ്കിലും അയാൾ കടം വീട്ടിയാൽ അത് ജായിസാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വിഷയം, കടം വേറെ ആൾക്ക് വീട്ടാം എന്നതുപോലെ സദക്ക വേറെ ആൾക്ക് ഇയാൾ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചു കൊടുക്കാൻ പറ്റൂല. അത് ആർക്ക് മാത്രം ബാധകമാണ്? മക്കൾക്ക് ചെയ്യാം. മക്കൾക്ക് ചെയ്യാൻ പറ്റുന്ന വേറെയും അമലുകൾ ഉണ്ട്. ഇതിനുള്ള തെളിവുകളാണ് ഈ വായിച്ച ഹദീസുകൾ. ആ ഹദീസുകൾ ആവർത്തിക്കുന്നില്ല. അടുത്ത അധ്യായം, 4-ാമത്തെ അധ്യായം, മാ യജൂസു ലിൽ ഹാദിരീന വഗൈരിഹിം. ഇപ്പൊ കഴിഞ്ഞ അധ്യായം എന്താ? മാ യജിബു അലൽ ഹാദിരീൻ, അവിടെ ഉണ്ടായിരുന്നവർക്ക് നിർബന്ധമായ കാര്യങ്ങൾ, അവർ ചെയ്യേണ്ട അനിവാര്യമായ കാര്യങ്ങൾ. ഇതെന്താണ്? അവർക്ക് ജായിസായ കാര്യങ്ങൾ. അത് മരണത്തിന് മുമ്പുള്ളല്ലേ, അത് മരിച്ചു. ഇത് പിന്നെ മാ യജീദു ലിൽ ഹാദിരീന വഗൈരിഹിം, മരണത്തിന് ശേഷം അവിടെയുള്ള ആളുകൾക്ക് ജായിസായ, ചെയ്താൽ കുറ്റമില്ലാത്ത കാര്യങ്ങൾ, അനുവദനീയമായ കാര്യങ്ങൾ. അൽ അവ്വൽ എന്താണ്? വയജൂസു ലഹും കശ്ഫു വജ്ഹിൽ മയ്യിത്ത്, ഈ മൂടിയ തുണി പിന്നെ മാറ്റി മുഖം വെളിവാക്കാൻ അനുവദനീയമാണ്. ആളുകൾക്ക് കാണിച്ചു കൊടുക്കണമെങ്കിൽ എന്താക്കാം? മുഖം വെളിവാക്കാം. വതഖ്ബീലുഹു, ഈ മരിച്ചു കിടക്കുന്ന മനുഷ്യനെ ചുംബിക്കൽ അനുവദനീയമാണ്. മനസ്സിലായല്ലോ?
വൽബുകാഉ അലൈഹി സലാസത അയ്യാം, ആ മനുഷ്യനെ ഓർത്ത് കരയാം 3 ദിവസം, അതിലപ്പുറം പാടില്ല, ശരിയല്ല. വഫീ ദാലിക അഹാദീസ്, ദുഃഖം ആചരിക്കാന്നുള്ള ഇതുണ്ടല്ലോ, അവിടെ ആ വീട്ടിൽ അങ്ങോട്ട് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കലും, അതാണ് ഈ പറയുന്നത്. ബുക്കാവ് അലൈഹി എന്ന് പറഞ്ഞാൽ കരയാം, പിന്നെ ഒരിക്കലും ഓർത്തൊരിക്കലും കണ്ണിൽ വരാൻ പാടില്ല എന്നല്ല അതിന്റെ അർത്ഥം. മനസ്സിലല്ലേ? ദുഃഖം ആചരിക്കുക, അവിടെ ആ വീട്ടിൽ പിന്നെ വേറെ ആളുകൾ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക, ഇതൊക്കെ എത്രയാണ്? 3 ദിവസം. ഹദീസ്, അതിൽ ഒരുപാട് ഹദീസുകളുണ്ട്. അൽ-അവ്വൽ, ഒന്ന്, ആരാണ് ഉദ്ധരിക്കുന്നത്? ജാബിർ ബിൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു, സഹാബി തന്നെയാണ് ഉദ്ധരിക്കുന്നത്. ഖാൽ, അദ്ദേഹം പറയുന്നു, ലമ്മ ഖുതില അബി, എന്റെ ഉപ്പ കൊല്ലപ്പെട്ടപ്പോൾ, ജഅൽതു അക്ശുഫു സൗബ അൻ വജ്ഹിഹി അബ്കി, ഞാൻ ഉപ്പാന്റെ മുഖത്തുനിന്ന് തുണി ഇങ്ങനെ നീക്കി ഞാൻ കരഞ്ഞുകൊണ്ടിരുന്നു. വനഹൗനി, അപ്പൊ ആളുകളൊക്കെ എന്നെ വിലക്കി, ഇങ്ങനെ കരയാൻ പാടില്ല എന്ന് പറഞ്ഞു. വന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യദ്ഹാനി, എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ വിലക്കില്ല, കരയാൻ പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ല. ഫഅമറ ബിഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫറഫ, നബി കൽപ്പിച്ചു, അങ്ങനെ മയ്യത്തെടുത്തു, കുളിപ്പിച്ചിട്ട് മയ്യത്തെടുത്തു. ഫജഅൽതു അമ്മതി ഫാത്തിമ തബ്കി, എന്റെ അമ്മ പറഞ്ഞ ഉപ്പാന്റെ സഹോദരി, മരിച്ച ഉപ്പാന്റെ അബ്ദുള്ളാന്റെ സഹോദരി ഫാത്തിമ കരയാൻ തുടങ്ങി. ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തബ്കീൻ ഔ ലാ തബ്കീൻ, നിങ്ങൾ കരഞ്ഞാലും നിങ്ങൾ കരഞ്ഞിട്ടില്ലെങ്കിലും, മാ ജാലത്തിൽ മലായികതു തുളില്ലുഹാ ബിഅജ്നിഹതിഹാ ഹത്താ റഫഅതുമു, ഈ മയ്യത്തിനെ നിങ്ങൾ എടുത്തുയർത്തുന്ന അതുവരേക്കും, നിങ്ങൾ എടുത്തുയർത്തിയത് വരേക്കും അള്ളാഹുവിന്റെ മലക്കുകൾ ഈ മയ്യത്തിനെ ചിറക് കൊണ്ട് വിടർത്തി തണൽ വിരിച്ചിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. സന്തോഷ വാർത്ത അറിയിച്ചു കൊടുത്തു. ഷഹീദാണ്, ഇതിൽ പങ്കെടുത്ത ഷഹീദാണ്. ഈ ഹദീസ് തെളിവ് കൊണ്ടുവന്നത് എന്തിനു വേണ്ടിയാണ്? മുഖം മഗ്സല എന്ന് പറഞ്ഞാൽ, ഈ ഞാൻ പറയാൻ കാരണം ഇവിടെ റഫഅതുമൂഹു എന്ന് പറഞ്ഞല്ലോ, നിങ്ങൾ എടുത്തുയർത്തി. അപ്പൊ എവിടുന്ന് എടുത്തുയർത്തി എന്നതിന് ഈ ഹദീസിന്റെ ഒരു വിശദീകരണം നോക്കിയപ്പോ കണ്ടതെന്താണ്? മഗ്സല, കുളിപ്പിച്ച സ്ഥലത്തു നിന്ന് എടുത്ത് ഉയർത്തിയാൽ എന്നർത്ഥം. എന്ന് പറഞ്ഞാൽ മയ്യത്ത് കഫൻ ചെയ്യാൻ വേണ്ടി എടുത്തുയർത്തിയാൽ അതുവരേക്കും മലക്കുകൾ ഈ മയ്യത്തിന് വേണ്ടി പിന്നെ എന്ത് ചെയ്തു? തണൽ വിരിച്ചു കൊടുത്തു എന്നാണ് മനസ്സിലായി. ഈ ഹദീസിൽ അങ്ങനെ ഉണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. റഫഅതുമൂഹു എന്ന എവിടുന്നാണ് ഉയർത്തിയത് എന്ന് നോക്കാൻ വേണ്ടി നോക്കിയപ്പോ പിന്നെ വിശദീകരണത്തിൽ അങ്ങനെ കിട്ടും. മഗ്സലയിൽ നിന്ന് ഉയർത്തിയപ്പോൾ, കുളിപ്പിക്കുന്ന സ്ഥലത്ത് നിന്ന് ഉയർത്തിയപ്പോൾ, സാധാരണ രംഗങ്ങളിൽ. എന്നാൽ ഈ സഹാബിയുടേത് പിന്നെ കഫൻ ചെയ്യാൻ, ഖബറടക്കാൻ വേണ്ടി എടുത്തുയർത്തിയപ്പോൾ അതുവരേക്കും അള്ളാഹുവിന്റെ മലക്കുകൾ ഈ ഇദ്ദേഹത്തിന് വേണ്ടി തണൽ വിരിച്ചു കൊടുത്തു ചിറകുകൾ കൊണ്ട്. ഇതെന്തിനാണ് തെളിവിന് കൊണ്ടുവന്നത്? കരയാൻ അനുവദനീയം, മുഖം വെളിവാക്കൽ അനുവദനീയമാണ്. ഇത് അഖ്റജഹു ഷെയ്ഖാൻ എന്ന് പറഞ്ഞാൽ ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ചിരിക്കുന്നു, നസാഇ ബൈഹഖിയും ഉദ്ധരിച്ചിരിക്കുന്നു. രണ്ടാമത്തെ ഒരു ഹദീസ് ആയിഷ റളിയല്ലാഹു അൻഹാ ഖാലത്ത്, ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു. അടുത്തത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായ രംഗമാണ് പറയുന്നത്. അഖ്ബല അബൂബക്കർ റളിയല്ലാഹു അൻഹു അലാ ഫറസിഹി മിൻ മസ്കനിഹി ബിസ്സിൻ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടുന്ന് റസൂലുള്ളാഹിന്റെ വഫാത്തായ സമയത്ത് സിൻഹ് എന്നു പേരുള്ള ഒരു സ്ഥലത്താണ് ഉണ്ടായിരുന്നത്. അവിടുന്ന് തിരിച്ചു വന്നു. ഹത്താ നസൽ, എന്നിട്ട് അബൂബക്കർ വന്ന് ഇറങ്ങി. ഫദഖല അലൽ മസ്ജിദ്, പള്ളിയിൽ പ്രവേശിച്ചു. ഉമർ യുകല്ലിമു നാസ്, ഉമർ ഇങ്ങനെ ജനങ്ങളോട് ആ ബേജാറിൽ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഫലം യുകല്ലിമു നാസ്, അബൂബക്കർ ജനങ്ങളോടൊന്നും സംസാരിച്ചില്ല. ഹത്താ ദഖല അല ആയിഷ റളിയല്ലാഹു അൻഹ, ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുത്തേക്ക് നേരെ വന്നു. അവിടെയാണ് റസൂലുള്ളാഹിന്റെ ശരീരമുള്ളത്. ഫതയമ്മമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിന്റെ ശരീരത്തിന്റെ അടുത്തേക്ക് ചെന്നു. തയമ്മമ എന്ന് പറഞ്ഞാൽ അടുത്തേക്ക് ചെന്നു. വഹുവ മുസജ്ജയിൻ ബിബുർദത്തിൻ ഹബറ, നേരത്തെ പറഞ്ഞ ആ പരുത്തി തുണി കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മൂടിയിട്ടുണ്ട്. ഫകശഫ അൻ വജ്ഹിഹി, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്ത് നിന്ന് തുണി നീക്കി, മുഖം കണ്ടു. സുമ്മ അകബ്ബ അലൈഹി, നബി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ മുഖത്തേക്ക് മുഖം കുത്തി വീണു. ഫഖബ്ബലഹു, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്ത് ചുംബിച്ചു. ബൈന ഐനൈഹി, നബിയുടെ നെറ്റിയിലാണ് ചുംബിച്ചത്. സുമ്മ ബക്കാ, അബൂബക്കർ കരഞ്ഞുപോയി. ഫഖാൽ ബിഅബി അൻത വഉമ്മി യാ നബി അല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, എന്റെ ഉപ്പയും ഉമ്മയും
നിങ്ങൾക്ക് ബലിയാണ്. അത് അറബിയിലുള്ള ഒരു പ്രയോഗമാണ്, സ്നേഹമുള്ള ആളുകളോട് പറയും, ജീവിച്ചിരിക്കുമ്പോഴും ഒക്കെ പറയും. അബി അൻത വ ഉമ്മി യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, എന്റെ ഉമ്മയും ഉപ്പയും നിങ്ങൾക്ക് ബലിയാണ്. ലാ യജ്മഉ അല്ലാഹു അലൈക മൗതതൈൻ, അല്ലാഹു നിങ്ങൾക്ക് രണ്ട് മരണം നിങ്ങൾക്ക് വിധിച്ചിട്ടില്ല. ഫഅമ്മൽ മൗതതില്ലതി അലൈക ഫഖദ് മിത്തഹാ, ഒരു മരണമേ അല്ലാഹുവിന്റെ റസൂലേ താങ്കൾക്കുള്ളൂ, അത് താങ്കൾ മരണപ്പെട്ടിരിക്കുന്നു. മനസ്സിലായി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം അവസാനിച്ചിരിക്കുന്നു എന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹു അവിടെ ആളുകളെ പഠിപ്പിച്ചു. ഫീ റിവായ, മറ്റൊരു റിവായത്തിലുള്ളത് ലഖദ് മിത്തൽ മൗതതില്ലതി ലാ തമൂതു ബഅദഹാ, ഇനി മരണമില്ലാത്ത ഈ മരണം അങ്ങ് മരിച്ചിരിക്കുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. അതിനുശേഷമാണ് പ്രസിദ്ധമായ രംഗം. അബൂബക്കർ പറയല്ലോ, ആയത്തോതും മാകാന മുഹമ്മദുൻ വമാ കാന മുഹമ്മദുൻ ഇല്ലാ റസൂൽ ഖദ് ഖലത് മിൻ ഖബ്ലിഹി الرسل فإن مات أو قتل انقلبتم على أعقابكم. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂൽ മാത്രമാണ്. ഖദ് ഖലത് മിൻ ഖബ്ലിഹി الرسل, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പ് വേറെയും അള്ളാഹുവിന്റെ റസൂലുകൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടാൽ അല്ലെങ്കിൽ കൊല്ലപ്പെട്ടാൽ നിങ്ങൾ വീണ്ടും തിരിഞ്ഞ് കുഫറിലേക്ക് പോവുകയാണോ, പോകുമോ എന്ന അർത്ഥത്തിലുള്ള ഈ ആയത്ത് വെറും ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. ആ ആയത്ത് ആദ്യമായി കേൾക്കുന്നത് പോലെ എനിക്ക് തോന്നി. എന്നിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മൻ കാന യഅബ്ദു മുഹമ്മദൻ ഫഇന്ന മുഹമ്മദൻ ഖദ് മാത്, ആരെങ്കിലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആരാധിച്ചിരുന്നുവെങ്കിൽ മുഹമ്മദ് ഇതാ മരണപ്പെട്ടിരിക്കുന്നു. വമൻ കാന യഅബ്ദുല്ലാഹ് ഫഇന്നല്ലാഹ ഹയ്യുൻ ലാ യമൂത്ത്, ആരെങ്കിലും ആരാധിച്ചിരുന്നത് അല്ലാഹുവിനെയാണെങ്കിൽ അല്ലാഹു എന്നെന്നും ജീവിച്ചിരിക്കുന്ന, ഒരിക്കലും മരിക്കാത്തവനാണ്. മനസ്സിലായി? മുസ്ലിം ഉമ്മത്തിനെ വലിയ പ്രതിസന്ധിയിൽ നിന്ന് കരകയറ്റിയ മഹാനാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. 10 കൊല്ലം ഇസ്ലാമിന്റെ കൊടി എല്ലാ നാട്ടിലും വ്യാപിപ്പിക്കാനുള്ള നല്ല ഭരണം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഭരിക്കാനുള്ള പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയതാരാണ്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. എല്ലാ പിന്നെ റിബലുകളെയും, ഇസ്ലാമിനെതിരെ പൊന്തി വന്ന ആളുകളെയും അബൂബക്കർ റളിയല്ലാഹു അൻഹു എല്ലാ പ്രശ്നങ്ങളും തീർത്തു. കുറെ ആളുകൾ കാഫിറായി പോയി, കുറെ ആളുകൾ കള്ളപ്രവാചകന്മാരുടെ കൂടെ പോയി. അങ്ങനെ മുസ്ലിം ലോകത്ത് മുഴുവൻ ഫിത്നകളായിരുന്നു. വഫാത്തായുള്ള അന്താളിപ്പ് എന്തായിരിക്കും? ഫാത്തിമ അനസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്ത് വന്ന ദിവസം മദീന മുഴുവൻ പ്രകാശപൂരിതമായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായ ദിവസം മദീന മുഴുവൻ ഇരുട്ടിലാണ്ട് പോയി. ഫാത്തിമ റളിയല്ലാഹു അൻഹ അനസിനോട് ചോദിച്ചു, അനസേ നിങ്ങൾക്ക് എങ്ങനെ സാധിച്ചു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഖബറിന്റെ മുകളിൽ, നബിയുടെ ശരീരത്തിന് മുകളിൽ മണ്ണ് വാരിയിടാൻ എങ്ങനെ കഴിഞ്ഞു നിങ്ങൾക്ക് എന്ന് അനസ് റളിയല്ലാഹു അൻഹു ഫാത്തിമ ചോദിക്കുന്ന. അത്ര അവർ അന്താളിച്ച് അവർക്ക് തുണയില്ലാതായി പോയ ദിവസമാണ്. ആ സമയത്ത് സമയോചിതമായി ഇടപെട്ട് മുസ്ലിം ഉമ്മത്തിനെ ദീനിൽ ഉറപ്പിച്ചു നിർത്തിയത് അള്ളാഹുവിന്റെ സഹായത്താൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഇതാണ് ഈ ഹദീസ്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്ത് തുണി നീക്കുന്നുണ്ട്, അതുപോലെ ചുംബിക്കാൻ, അതിനും ഇത് തെളിവാണ്. മൂന്നാമത്തത് ആയിഷ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ദഖല അലാ ഉസ്മാൻ ഇബ്നു മദ്ഊൻ വഹു മയ്യിത്. മദീനയിലെ ആദ്യത്തെ മരണം ഇതായിരുന്നു. ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹു ആണ് മുസ്ലിമീങ്ങൾ മക്കത്ത് നിന്ന് മദീനത്തേക്ക് ചെന്നിട്ട് അവിടെ ആദ്യത്തെ മരണം, മദീനത്തെ ബഖീയിൽ ആദ്യത്തെ ഖബറായിരുന്ന ഉസ്മാൻ ഇബ്നു മദ്ഊന്റെ. അത് തിരിച്ചറിയാൻ വേണ്ടി നബി ഒരു കല്ല് വെച്ചതിനാണ് ഈ ഖബറിന്റെ കൗമ് പറയാറുള്ളത്, ഖബർ വെട്ടിപ്പൊക്കി. മനസ്സിലായോ? ചാടിക്കിടക്കാൻ പറ്റിയ ഖബർ എന്നൊക്കെ പറഞ്ഞിങ്ങനെ പറയാറുണ്ട്. ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹു ആദ്യത്തെ ഖബർ, ബഖീയിൽ ആദ്യത്തെ ഖബർ ഉസ്മാൻ ഇബ്നു മദ്ഊന്റെ. ആ മഹാനായ സഹാബി മരണപ്പെട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടേക്ക് പ്രവേശിച്ചു. ഫകശഫ അൻ വജ്ഹിഹി, റസൂലുള്ളാഹ് ഈ സഹാബിയുടെ മുഖത്തെ തുണി നീക്കി. അകബ്ബ സുമ്മ അകബ്ബ അലൈഹി ഫഖബ്ബല, എന്നിട്ട് മുഖം ആ സഹാബിയുടെ മുഖത്തേക്ക് നബി മുഖം താഴ്ത്തി ഫഖബ്ബല, എന്നിട്ട് അദ്ദേഹത്തെ ചുംബിച്ചു. സുന്നത്തായ കാര്യമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടുള്ളത്. വബക, റസൂലുള്ളാഹ് കരഞ്ഞു. حتى رأيت الدموع تسيل على وجنتيه, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കവിളിലൂടെ കണ്ണുനീരൊലിച്ചു വരുന്നത് ഞാൻ കണ്ടു. അത്രത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കരഞ്ഞു. ആരാണ് പറയുന്നത്? ആയിഷ റളിയല്ലാഹു അൻഹാ. അപ്പൊ അത് പിന്നെ അങ്ങനെ ചെയ്താൽ, കരഞ്ഞാൽ, തുണി നീക്കിയാൽ, ചുംബിച്ചാൽ, അതൊക്കെ ചെയ്യാവുന്ന കാര്യങ്ങളാണ്. മറ്റൊന്ന്, നാലാമത്തെ ഹദീസ്,
عن أنس رضي الله عنه قال أنس رضي الله عنه പറയുന്നു دخلنا مع رسول الله صلى الله عليه وسلم على أبي سيف ഞങ്ങൾ പിന്നെ ആയിട്ടില്ലല്ലോ ഈ രണ്ട് ഹദീസ് കൂടി വായിച്ചിട്ട് നിർത്താം. ദഖൽനാ മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലാ അബീ സൈഫ് ഞങ്ങൾ നബിയുടെ കൂടെ അബൂ സൈഫിന്റെ അടുത്തേക്ക് പ്രവേശിച്ചു. ആരായിരുന്നു അബൂ സൈഫ്? വകാന ളിഅറൻ ലി ഇബ്രാഹിം അലൈഹിസ്സലാം. ഇബ്രാഹിം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൻ ഇബ്രാഹിം ഉണ്ടല്ലോ, ആ ചെറിയ മോൻ, ആ മകനെ നബി വളർത്താൻ ഏൽപ്പിച്ച, മുല കൊടുക്കാൻ ഏൽപ്പിച്ച സ്ത്രീയുടെ ഭർത്താവ്, അതിനാണ് ളിഅർ എന്ന് പറയുന്നത്. അയാൾ അബൂ സൈഫ് എന്ന അയാളുടെ വീട്ടിലേക്ക്, അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവേശിച്ചു. فأخذ رسول الله صلى الله عليه وسلم إبراهيم فقبله وشمه. നബി കുട്ടിയെ കയ്യിലെടുത്തു. فقبله وشمه മുത്തി മണത്തു എന്ന് പറയില്ല, നമ്മൾ കുട്ടിയെ ചുംബിച്ചു. ثم دخلنا عليه بعد ذلك وإبراهيم يجود بنفسه. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും ചെന്നു. അപ്പൊ ഇബ്രാഹിം ഇങ്ങനെ മരണവെപ്രാളത്തിലാണ്, നബിയുടെ മകനാണ്, ചെറിയ കുഞ്ഞാണ്. فجعلت عينا رسول الله صلى الله عليه وسلم تذرفان. നബിയുടെ ഇരു കണ്ണുകളിൽ നിന്നും കണ്ണുനീർ ഒലിച്ചുകൊണ്ടിരുന്നു. فقال له عبد الرحمن بن عوف. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് ഒക്കെ കൂടെ ഉണ്ടായിരുന്നു. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് ചോദിച്ചു, وأنت يا رسول الله, അല്ലാഹുവിന്റെ റസൂലേ നിങ്ങൾ കരയുകയാണോ? فقال, നബി പറഞ്ഞു, യാ ഇബ്നു ഔഫ് ഇന്നഹാ റഹ്മ. ഇബ്നു ഔഫ്, ഇതെന്താണ്? ഇത് കാരുണ്യമാണ്. ثم أتبعها بأخرى. എന്നിട്ട് നബി വീണ്ടും കൂട്ടിച്ചേർത്തു അതിനോട്. നബി പറഞ്ഞ പ്രസിദ്ധമായ വാചകങ്ങൾ ശ്രദ്ധിക്കണം. ഇന്നൽ ഐന തജ്മ, കണ്ണുകൾ ഒഴുകും, കണ്ണ് കരയും. വൽ ഖൽബ യഹ്സൻ, കൽബ് വേദനിക്കും, കൽബിൽ വിഷമമുണ്ടാകും. വലാ നഖൂലു ഇല്ലാ മാ യുർദി റബ്ബന, പക്ഷേ ഞങ്ങളുടെ റബ്ബ് തൃപ്തിപ്പെടാത്ത ഒന്നും നാം പറയുകയില്ല. കണ്ണുനീരും കൽബ് വേദനിക്കും, പക്ഷെ അള്ളാഹ്ക്ക് തൃപ്തിയില്ലാത്ത ഒന്നും നാവുകൊണ്ട് പറയുകയില്ല. വഇന്നാ ബിഫിറാഖിക യാ ഇബ്രാഹിം ലമഹ്സൂനൂൻ. ഇബ്രാഹിമേ, നിന്റെ വേർപാടിൽ ഞങ്ങൾ ദുഃഖിതരാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇമാം ബുഖാരി ഉദ്ധരിച്ചിട്ടുള്ളതാണ്. അടുത്തൊരു ഹദീസ് ഇമാം അബൂ ദാവൂദ് ഉദ്ധരിക്കുന്നു. അൻ അബ്ദുല്ലാഹി ഇബ്നു ജഅഫർ റളിയല്ലാഹു അൻഹു പറയുന്നു, അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അംഹല ആല ജഅഫറിൻ സലാസൻ അൻ യഅതിയഹും. ജഅഫർ ഇബ്നു അബീ താലിബ്, അലി റളിയല്ലാഹു അൻഹുവിന്റെ സഹോദരൻ, നബിയുടെ അളാപ്പന്റെ മകൻ, അബൂ താലിബിന്റെ മകൻ. ജഅഫർ റളിയല്ലാഹു അൻഹു വഫാത്തായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 3 ദിവസം കഴിഞ്ഞിട്ടാണ് ജഅഫർ റളിയല്ലാഹുവിന്റെ വീട്ടിലേക്ക് പോയത്. തുമ്മ അതാഹും, എന്നിട്ട് പോയിട്ട് നബി പറഞ്ഞു, ലാ തബ്കൂ അല അഖീ ബഅദൽ യൗം. ഇതാ, ഈ ദിവസത്തിന് ശേഷം എന്റെ സഹോദരനെ ഓർത്ത് നിങ്ങൾ കരയരുത്. എന്റെ സഹോദരനാണ് നബി പറഞ്ഞത്, അളാപ്പന്റെ മോനാണ്. ഇതും തെളിവാണ്. ഇങ്ങനെ 3 ദിവസം വരെ അങ്ങനെ കരഞ്ഞാൽ, ദുഃഖം ആചരിച്ചാൽ തെറ്റില്ല എന്നത്. ഇതാണ് ഈ അധ്യായം. ഇനി ഇൻഷാ അല്ലാഹ് 5-ാമത്തെയാണ്, അത് അടുത്ത ക്ലാസ്സിൽ പറയാം. എന്തൊക്കെയാണ് പറഞ്ഞത്? യജൂസ്, മുഖം തുറക്കൽ, അതുപോലെ മയ്യിദിനെ ചുംബിക്കൽ, കരയൽ 3 ദിവസം വരെ, ഇതിനുള്ള തെളിവുകളാണ് പറഞ്ഞിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീൻ നന്നായി പഠിക്കുവാനും അബദ്ധങ്ങളില്ലാതെ മനസ്സിലാക്കുവാനും അത് അമലിൽ കൊണ്ടുവരുവാനുമുള്ള മഹത്തായ തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم توفنا مسلمين وألحقنا بالصالحين. وصلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.